ഓക്കെ. അപ്പോൾ ചിലരൊക്കെ പ്രതീക്ഷിച്ച സുഹൃത്താണ്, മറ്റു ചിലർക്ക് അപ്രതീക്ഷിത സുഹൃത്തും ആയിരിക്കാം. പ്രോഗ്രാം നമുക്കെല്ലാവർക്കും വ്യക്തമാണ്, കയ്യിലുണ്ട്, അത് പരിശോധിച്ചാൽ മതിയാവും. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ ഔദ്യോഗികമായ സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി ബഹുമാന്യയായ ഒരു അധ്യാപിക മിസ്സിസ് രജനി MR, BCom, MA B.Ed, PDGCA, ഉദയാനഗർ, റായ്പൂർ. ടീച്ചറ് ആദർശ് വിദ്യാലയ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ, ഛത്തീസ്ഗഡ്, റായ്പൂരിലെ അധ്യാപികയാണ്. പ്ലീസ് ടീച്ചർ. നമസ്തേ. ഏറെ പ്രിയപ്പെട്ട ഉണർവ് നവ കുടുംബാംഗങ്ങളെ, ഏവർക്കും ഈ സുപ്രഭാതത്തിൽ എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാ മാസത്തിലെയും അവസാനത്തെ ഞായറാഴ്ച നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ സുദിനമാണ് ഒക്ടോബർ 26 ഞായറാഴ്ച ഇന്ന് നമ്മളെ സമീപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാരണബോധരും ശില്പികളുമായ എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ജോഷി സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്ന് നാം കേൾക്കുന്ന സുഹൃത്ത് നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദുജിയാണ്. നമ്മൾ എല്ലാവരും ഓച്ചിറ ബിന്ദു എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി ശരിക്കും ഓച്ചിറയല്ല, ഓച്ചിറയ്ക്കടുത്തുള്ള വള്ളികുന്ന് എന്ന സ്ഥലത്താണ് ബിന്ദുജി ഇപ്പോൾ താമസിക്കുന്നത്. ജനിച്ചത് തഴവയിലാണ്. സർക്കാർ ഓഫീസിലെ ഒരു സീനിയർ ക്ലർക്ക് ആയി ജോലി ചെയ്യുന്നു. ഒറ്റയ്ക്കാണ് ഇപ്പോൾ ബിന്ദുജി താമസിക്കുന്നത്. ചെടികളെയും പൂക്കളെയും ഒരുപാട് സ്നേഹിക്കുന്നു. ഇപ്പോൾ യാത്ര ചെയ്യുന്നതിനും സ്ഥലങ്ങൾ കാണുന്നതിനും അതീവ താല്പര്യമുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലെ വളരെ ശാന്തമായി, വളരെയേറെ മാതൃകാപരമായി യോഗയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് നമ്മുടെ ബിന്ദുജി. ചില ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അടുത്ത കാലത്തായി ചെറിയ തോതിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ബിന്ദുജി ആത്മാർത്ഥയുള്ള ഒരാളാണ്. സ്നേഹപൂർവ്വം ബിന്ദുജിയെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ആദ്യ പ്രതികരണം നടത്തുന്ന നമ്മുടെ പ്രധാന വ്യക്തിത്വം സുമുഖനും നമ്മുടെ ഗ്രൂപ്പിലെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീ അരുൺ ഗോപിനാഥ് സാറാണ്. അതുപോലെ നന്ദി പ്രകാശനത്തിനായി കടന്നു വരുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ലൂസിയമ്മ ചേച്ചിയാണ്. ലൂസിയമ്മ ചേച്ചി നല്ലൊരു ഭക്തയാണ്, കുട്ടനാട്ടുകാരിയാണ്. അതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒക്കെ ഇന്നത്തെ വിഷയം ജീവിതം ജീവിക്കാനുള്ളതാണ്, അത് ജീവിച്ച് തന്നെ അർത്ഥമുള്ളതാക്കണം. അത് പറയാൻ ഏറ്റവും യോഗ്യയായ പ്രിയപ്പെട്ട മിസ്സിസ് ബിന്ദു എലിപ്പക്കുളം, വള്ളികുന്നം, ആലപ്പുഴ ജില്ലയുടെ ഏറ്റവും തെക്കേയറ്റം, കൊല്ലം ജില്ലയുടെ ഏറ്റവും വടക്കേയറ്റം. സീനിയർ ക്ലർക്കാണ് AEO ഓഫീസിൽ മാവേലിക്കരയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം, ഇനി അനേകം കാര്യങ്ങൾ ഇന്ന് നമ്മൾ കേൾക്കും. പ്ലീസ് ബിന്ദുജി. പുനർനവയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം. സുഹൃത്തിനെ കേൾക്കാം എന്ന പരിപാടി വളരെ ഭംഗിയായി നടത്തിപ്പോരുന്ന ജോഷി സാറിന് ഒരു വലിയ നമസ്കാരം. സ്വാഗതം ആശംസിച്ച രജനി മാമിന് ഒരു നല്ല നമസ്കാരം. ഞാൻ ബിന്ദു S. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിലെ തഴവക്കടത്തൂർ എന്ന പഞ്ചായത്തിൽ മൂത്താൻ്റെയത്ത് എന്ന ഒരു പുരാതനമായ 4 കെട്ടും നടുമുറ്റവും പൂമുഖവും എല്ലാമുള്ള ഒരു കർഷക കുടുംബത്തിൽ ശ്രീമാൻ വിദ്യാധരൻ, ശ്രീമതി ശ്രീവരദ എന്നീ ദമ്പതികളുടെ മൂത്ത മകളായി 1970 മെയ് 17 ഞായറാഴ്ച അർദ്ധരാത്രിയിൽ ജനിച്ചു. എൻ്റെ നാടിനെ പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ നാടിന് തഴവ എന്ന പേര് വരാൻ കാരണം
പണ്ട് കാലങ്ങളിൽ പുരയിടത്തിൻ്റെ അതിർത്തിയിൽ വച്ചു പിടിപ്പിച്ചിരുന്ന കൈത എന്ന ഒരു ചെടിയുടെ ഇല മുറിച്ച് അത് കീറി പുഴുങ്ങി ഉണക്കി അത് നൂത്ത് അതുകൊണ്ട് കിടക്കുന്നതിനും നെല്ലും മറ്റും ഉണക്കുന്നതിനുമായി പായും മറ്റു പലവിധ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കി വിറ്റ് ഉപജീവനം നടത്തി വന്നിരുന്നു. ഞങ്ങളുടെ നാട്ടിലാണ് അതിപുരാതനമായ ഓച്ചിറ പടനില ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ പാവുമ്പാക്കാളി ക്ഷേത്രം, തൃപ്പാവുമ്പ മഹാദേവ ക്ഷേത്രം എന്നിവയുമുണ്ട്. എനിക്ക് ഒരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട്. ബാല്യകാലം വളരെയധികം സന്തോഷം നിറഞ്ഞതായിരുന്നു. കൊയ്ത്തും മെതിയും ഞാറുനടിയിലും പുരമേയലും ഒക്കെ ആയി കഴിഞ്ഞു. അച്ഛൻ കാർഷിക വൃത്തി നടത്തിയാണ് ഞങ്ങളെ വളർത്തിയത്. സഹോദരൻ ബിജു, അവൻ ഖത്തറിൽ ജോലി ചെയ്യുന്നു. അവൻ്റെ ഭാര്യ മോളിൽ എഴുകോണിൽ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഇവർക്ക് കിച്ചു, മീനു എന്നീ 2 മക്കളുണ്ട്. സഹോദരി ബീന, അവൾ വള്ളിക്കാവിൽ അമൃതാനന്ദമയി മഠത്തിനടുത്തായി താമസിക്കുന്നു. ഭർത്താവ് സൂര്യകുമാർ, രാഷ്ട്രീയ പ്രവർത്തകൻ. ഇവർക്ക് മക്കളില്ല. സഹോദരങ്ങളുമായി അന്നും ഇന്നും നല്ല ബന്ധം തുടരുന്ന എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും അവർ താങ്ങും തണലുമായി നിൽക്കുന്നു. വിദ്യാഭ്യാസം 4ാം ക്ലാസ് വരെ അടുത്തുള്ള മണ്ണാരേത്ത് LP സ്കൂളിലും 5ാം ക്ലാസ് മുതൽ BJSM മഠത്തിൽ HS എന്ന ഒരു സ്കൂളിലുമായിരുന്നു. വീട്ടിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു സ്കൂളിലേക്ക്. അന്ന് നടന്നു വേണം സ്കൂളിൽ പോകാൻ. ഇന്നത്തെ പോലെ സൈക്കിളും മറ്റു സൗകര്യങ്ങളും അന്നില്ലായിരുന്നു. വിദ്യാഭ്യാസ കാലം വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ മാസങ്ങളിൽ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ സ്കൂളിനോട് ചേർന്ന് ഏകദേശം വീടെത്തും വരെ വളരെ വിശാലമായ വയലുകൾ ഉണ്ടായിരുന്നു. അതിലെല്ലാം എള്ള് കൃഷി ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടി വയൽവരമ്പിലൂടെ ഓടിക്കളിച്ചും എള്ള് പാകമാകുമ്പോൾ അത് പൊട്ടി നിൽക്കും. അത് പാവാടയിൽ തട്ടിയിട്ട് തിന്നുമൊക്കെയായിരുന്നു വീട്ടിലെത്തുക. അമ്പഴങ്ങ, ഡബ്ലോലിക്ക, വാഴയില ഒക്കെ വാങ്ങി കഴിക്കുമായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. ലത, ലാലി, സൂസമ്മ, ലീലാമ്മ, മണി, അങ്ങനെ കുറേ അടുത്ത കൂട്ടുകാരികൾ. അതിൽ ലത, അവൾ പോലീസിലാണ്. അവളെ മാത്രം ഇപ്പോൾ ഇടയ്ക്ക് കാണാറുണ്ട്. ബാക്കിയുള്ളവരെ പറ്റി ഒന്നും അറിയില്ല. 10ാം തരം കഴിഞ്ഞ് ചവറയ്ക്കടുത്തുള്ള ശങ്കരമംഗലം എന്ന സ്ഥലത്തുള്ള ഗവൺമെൻറ് കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് വളരെ നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതിൽ രമ, ഗംഗ, ദീപ, ലത, ഗീത. ഇതിൽ രമ നന്നായി പാടുമായിരുന്നു. കോളേജിലെ ഇടവേളകളിൽ ഇവളുടെ പാട്ട് കേൾക്കലായിരുന്നു പ്രധാന വിനോദം. ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞതിനാൽ പിന്നെ ഇവരെ പറ്റിയൊന്നും ഒരു വിവരവും അറിയില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ 4-5 വർഷമായി കോളേജിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ പഴയ കൂട്ടുകാരെയൊക്കെ കാണാനും ഒത്തുകൂടാനും ഒക്കെ ഇടയായി. എനിക്ക് ഒരുപാട് സന്തോഷം തന്നത് രമയെയും ഗംഗയെയും ഒരുപാട് വർഷത്തിന് ശേഷം കണ്ടതും സംസാരിച്ചതുമാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛന് പെട്ടെന്ന് അസുഖമായി. സംസാരിക്കുമ്പോൾ ശബ്ദമില്ലാതെയായിരുന്നു തുടക്കം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ. അവിടുത്തെ പരിശോധനയിൽ ക്യാൻസറാണ് തൊണ്ടയിലെന്ന് കണ്ടെത്തി. വീട്ടിലെ മൂത്ത കുട്ടി എന്ന നിലയിൽ അച്ഛൻ്റെ ആശുപത്രി ജീവിതത്തിന് തിരുവനന്തപുരത്തും അമ്മയുടെ വീടായ കണ്ടല്ലൂർക്കും ഓരോ ആവശ്യത്തിനായി തനിച്ച് യാത്ര ചെയ്യണമായിരുന്നു എനിക്ക്. തുടർ ചികിത്സയിൽ അച്ഛന് അസുഖം ഭേദമായി. 1990 ഏപ്രിൽ 23-ന് എൻ്റെ വിവാഹം നടന്നു. ആലപ്പുഴ പള്ളികുന്നം എന്ന സ്ഥലത്ത് അധ്യാപകനായ വാമനകുമാർ ആയിരുന്നു വരൻ. വിവാഹ സമയത്ത് പുള്ളിക്കാരൻ പാലക്കാട് ഒറ്റപ്പാലത്ത് കടമ്പൂർ എന്ന സ്ഥലത്തുള്ള ഒരു സ്കൂളിലായിരുന്നു ജോലി. അതുകൊണ്ട് എനിക്ക് 1-2 പ്രാവശ്യം 3-4 മാസം പാലക്കാട്ട് താമസിക്കാനും ആ സ്ഥലം കാണാനും സാധിച്ചു. പാലക്കാട് ഒറ്റപ്പാലം കുന്നും മലകളും നല്ല വയലുകളും ധാരാളം ക്ഷേത്രങ്ങളും മയിലും ഒക്കെയുള്ള നല്ല ഗ്രാമഭംഗിയും സ്നേഹമുള്ള ആളുകളുമുള്ള നാടാണ്. പള്ളികുന്നം എന്ന നാട്ടിലാണ് മഹാനായ KPSCയുടെയും മറ്റും നാടകം എഴുതിയിട്ടുള്ള തോപ്പിൽ ഫാസി,
കാമ്പിശ്ശേരി കരുണാകരൻ, അങ്ങനെ കുറച്ച് നല്ല കലാകാരന്മാർ ജീവിച്ചിരുന്നത്. വള്ളികുന്നം എന്ന നാട് ഞാൻ ജനിച്ചു വളർന്ന തഴവയെ പോലെ തന്നെ മൺപ്രദേശമാണ്. നാടിനെക്കുറിച്ച് ചെറിയ ഒരു അറിവ്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു പഞ്ചായത്താണ്. 21.37 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത്. സുബ്രഹ്മണ്യന്റെ പത്നി വള്ളി ദേവിയുടെ സ്ഥലമാണ് വള്ളികുന്നം എന്നാണ് ഐതിഹ്യം. പടയണിവട്ടം ക്ഷേത്രത്തിലെ വള്ളി ദേവിയുടെ പ്രതിഷ്ഠ ഇതിനെ സാധൂകരിക്കുന്നു. വള്ളിപ്പടപ്പുകൾ ഉള്ള കുന്ന് ആണ് ഞാൻ ജനിച്ച തഴവ പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് വള്ളികുന്നം. എൻ്റെ നാട്ടിൽ നിന്ന് 5 കിലോമീറ്റർ അകലമേയുള്ളൂ ഓച്ചിറ ക്ഷേത്രത്തിലേക്ക്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കായംകുളത്തിനടുത്ത് ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല എന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായി പറയപ്പെടുന്നത് വേതാളംകാവ് പരബ്രഹ്മ ക്ഷേത്രമാണ്. ഹൈന്ദവ ധർമ്മത്തിൽ പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി. കിഴക്കേ ഗോപുരകവാടം മുതൽ 22 ഏക്കർ സ്ഥലത്ത് ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള 2 ആൽത്തറകളും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രസങ്കല്പം. ഇതിൽ പരമശിവനെയും ഭഗവാൻ വിഷ്ണുവിനെയും 2 ആൽത്തറകളിൽ ആരാധിക്കുന്നു. അഗതികൾക്കും അനാഥരുമായ ധാരാളം ആളുകളുടെ അഭയകേന്ദ്രമാണ് ഈ മഹാക്ഷേത്രം. ഓം എന്നതാണ് പരബ്രഹ്മത്തെ കുറിക്കുന്ന ശബ്ദം. ത്രിഗുണത്താൽ പരബ്രഹ്മം രാജസിക ഗുണമുള്ള ബ്രഹ്മാവായും സാത്വിക ഗുണമുള്ള വിഷ്ണുവായും താമസിക ഗുണമുള്ള മഹാദേവനായും മാറി രൂപവും നാമവും ശക്തിയും ധരിക്കുന്നു എന്ന് വേദങ്ങളും ഭഗവത്ഗീതയും മറ്റും ഉദ്ഘോഷിക്കുന്നു. ഇവിടുത്തെ 12 വിളക്ക് എന്ന പ്രസിദ്ധമായ ഉത്സവം വൃശ്ചികമാസത്തിലെ 1 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്നു. കുടിൽ കെട്ടി ഭജനം പാർക്കുക, ദരിദ്രർക്കും രോഗികൾക്കും അന്നദാനം നടത്തുക, ഭാഗവത പാരായണം, ത്വക്ക് രോഗങ്ങൾ മാറുവാൻ 8 കണ്ട ഉരുളിച്ച എന്നിവ പ്രധാന നേർച്ചകളാണ്. മിഥുനമാസത്തിലെ ഓച്ചിറക്കളിയും കന്നിമാസത്തിലെ 28 ഓണവും ആണ് മറ്റ് വിശേഷം. ഓച്ചിറ ക്ഷേത്രത്തോട് അനുബന്ധിച്ച് ഒരു വേദാന്ത പഠനശാല 1 നൂറ്റാണ്ട് മുമ്പ് വരെ പ്രവർത്തിച്ചിരുന്നു. ഓണാട്ടുചിറ എന്നത് ലോപിച്ചാണ് ഓച്ചിറ ആയതെന്നാണ് ചില ചരിത്രകാരന്മാർ ഊഹിക്കുന്നത്. ഓച്ചിറ പരബ്രഹ്മത്തെ, അതായത് ശിവൻ, ആരാധിച്ചാൽ ദുരിതശാന്തിയും മോക്ഷപ്രാപ്തിയും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. 1991 ജൂലൈ 13 എനിക്ക് ഒരു മകൻ പിറന്നു, അജിത്ത്. കുഞ്ഞും കുടുംബവുമായി സന്തോഷമായി കഴിഞ്ഞു വന്നു. 1992 ഭർത്താവിൻ്റെ അച്ഛൻ വാർദ്ധക്യസഹജമായ അസുഖം നിമിത്തം മരിച്ചു. 1993 മെയ് 3 എൻ്റെ പ്രിയപ്പെട്ട അച്ഛന് 52ാമത്തെ വയസ്സിൽ മരിച്ചു. ചിക്കൻ പോക്സ് ആയിരുന്നു അസുഖം. ഒന്നും അറിയാത്ത പ്രായത്തിലുള്ള കുടുംബജീവിതം. അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് വലിയ ഷോക്കായി. എനിക്ക് എൻ്റെ അച്ഛനുമായിട്ടായിരുന്നു വളരെ അടുപ്പം. എൻ്റെ ഇളയവരെ വളർത്തലും പഠിപ്പിക്കലും വിവാഹം ഒക്കെ അമ്മയുടെ ചുമലിലായി. അമ്മ ഒറ്റയ്ക്ക് പുറത്തുപോയി ഒന്നും വാങ്ങുകയും ഒന്നിനും പോവുകയും ഒന്നും ചെയ്യുന്ന ആളായിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 1996 ജൂലൈ 25 ഇളയ മകൻ അഖിൽ ജനിച്ചു. 1994 പുള്ളിക്കാരന് പാലക്കാട്ട് നിന്ന് കൊല്ലം ജില്ലയിലെ AVHS തഴവ എന്ന സ്കൂളിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു. 2002 ഒരു ദിവസം മക്കളുമായുള്ള കളിക്കിടയിൽ കണ്ണടച്ചു നിന്നപ്പോൾ ഭർത്താവ് ബാലൻസ് ഇല്ലാതെ വീണു.
അതായിരുന്നു അസുഖത്തിൻ്റെ തുടക്കം. നാട്ടിലുള്ള പല ആശുപത്രികളിലും പരിശോധന നടത്തി. പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 8 ദിവസത്തെ നീണ്ട പരിശോധനയിൽ 100-ൽ ഒരാളിന് വീതം ഉണ്ടാവുന്ന മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത അസുഖമാണെന്ന് കണ്ടെത്തി. പിന്നെ പലയിടത്തായി പലവിധ ചികിത്സകളും പരീക്ഷിച്ചു. ഓരോ ദിവസം കഴിയും തോറും ആരോഗ്യം നശിച്ചതല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. 6 മാസം ഫുൾ കിടപ്പിലായിരുന്നു. 2007 ജൂൺ 4-ന് മരണപ്പെട്ടു. മൂത്ത മകൻ 10ാം ക്ലാസ് പാസ്സായ വർഷം. അങ്ങനെ ചെറുപ്രായത്തിൽ എല്ലാ ചുമതലകളും എനിക്കായി. 1990-ൽ വീട്ടമ്മയായി മക്കളും വീടുമായി ജീവിച്ച ഞാൻ 2006-ൽ പത്രത്തിൽ ഒരു പരസ്യം കണ്ട പ്രകാരം പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ TTC എന്ന ഒരു കോഴ്സിന് കറ്റാനത്ത് ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ പോയി. എല്ലാവരുടെയും എതിർപ്പ് വകവയ്ക്കാതെയാണ് പോയത്. എൻ്റെ വീട്ടുകാരുടെ മാത്രം എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക്. അതിനിടയിൽ ആശ്രിത നിയമനപ്രകാരം ഉള്ള ജോലിക്ക് എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അപേക്ഷ കൊടുത്തു. ചെറിയ പ്രായത്തിൽ ഭർത്താവ് മരിച്ച് ഒറ്റയ്ക്കുള്ള ജീവിതം വളരെ ശ്രമകരമായിരുന്നു. പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും വളരെ മോശമായ ഇടപെടൽ ഉണ്ടായി. എൻ്റെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവായി 2011 ഫെബ്രുവരി 16-ന് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിലെ മംഗലം എന്ന സ്ഥലത്തുള്ള ശിവക്ഷേത്രത്തിനടുത്തുള്ള ഗവൺമെൻറ് HS മംഗലം എന്ന സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ചു. നല്ല ശാന്തസുന്ദരമായ ഗ്രാമപ്രദേശം. അവിടെ കൂടുതലും കടലിൽ പോയി മീൻ പിടിച്ച് കഴിയുന്നവരാണുള്ളത്. നീണ്ട 22 വർഷം വീട്ടിൽ കഴിച്ചുകൂട്ടി പുറം ലോകവുമായി വലിയ ബന്ധമില്ലാതെ ജീവിച്ച എനിക്ക് ഒരു പുറം ലോക യാത്ര. മംഗലം എന്ന സ്കൂൾ കടലിനടുത്തായി സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് വശം കായലും പടിഞ്ഞാറ് വശം കടലിനും ഇടയിലുള്ള സ്ഥലം. സുനാമി ബാധിത സ്ഥലം. കടലിൻ്റെ ഭംഗി കണ്ടുകൊണ്ടുള്ള കടൽ തീരത്തു കൂടിയുള്ള 1-2 മണിക്കൂർ യാത്ര. ചില സമയങ്ങളിൽ ബസ്സിനുള്ളിൽ വരെ തിരയടിച്ചു വെള്ളം വീഴും. ഇടയ്ക്ക് റോഡ് മുറിഞ്ഞുപോയി ബസ് പോകാതെയുമാകും. 800-ൽ പരം കുട്ടികളും 30-ൽ പരം ജീവനക്കാരുമുള്ള സ്കൂളിൽ ക്ലർക്ക് ജോലിയെപ്പറ്റി ഒരു അറിവുമില്ലാതെ വീട്ടിലിരുന്ന ഞാൻ പെട്ടെന്ന് നടുക്കടലിൽ പെട്ടതുപോലെയായി ആദ്യമൊക്കെ. പിന്നെ കുറേശ്ശെ എല്ലാം പഠിച്ചു തുടങ്ങി. കമ്പ്യൂട്ടർ പഠനം എനിക്ക് ജോലിക്ക് വളരെ സഹായമായി. മംഗലം സ്കൂൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പുതിയ ജോലിക്ക് അവിടെയുള്ള ഓഫീസിൽ ജോലി ചെയ്യുന്ന സുദർശൻ ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഷംലാദ് എന്ന ഒരു സാറായിരുന്നു അന്ന് എല്ലാവരുടെയും ശമ്പള ബില്ലും മറ്റും ചെയ്തിരുന്നത്. ഇയാൾക്ക് അത് വിട്ടുതരാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിന് മറ്റ് ചില അധ്യാപകരുടെ ഇടയിൽ മുറുമുറുപ്പുണ്ടായിരുന്നു. 2013 മാർച്ചിൽ ഞാൻ ഒരു വീട് എന്ന സ്വപ്നത്തിന് തറക്കല്ലിട്ടു. താമസിച്ചുകൊണ്ടിരുന്ന പഴയ വീടിന് മുൻവശത്തായി ഭർത്തൃ സഹോദരിയുടെ കയ്യിൽ നിന്നും എൻ്റെ സ്വന്തം പേരിൽ വാങ്ങിയ സ്ഥലത്ത് വീട് പണി തുടങ്ങി. 2014 ഏപ്രിൽ 14-ന് പുതിയ വീട്ടിൽ താമസമായി. 2016 മംഗലത്ത് നിന്ന് HS രാമപുരത്തേക്ക്. അവിടെ നീണ്ട 6 വർഷം. അങ്ങനെ എല്ലാത്തിനും എനിക്ക് ധൈര്യവും ഉപദേശവും ഒക്കെയായി നിന്ന എല്ലാവർക്കും നന്ദി. അതിൽ രാജീവ് എന്ന ഒരു സാറിനെ ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഇതിനിടയിൽ വെള്ളപ്പൊക്കവും കൊറോണ ഇവയൊക്കെ കടന്നുപോയി. കൊറോണ കാലത്ത് മൂത്ത മകൻ അജിത്തിൻ്റെ വിവാഹം. വധു ആര്യ. 2020 ഒക്ടോബർ 29-ന് മൂത്ത മകൻ്റെ വിവാഹം. ആര്യയുടെ വീട് നൂറിനാട് പടനിലത്താണ്. മകനും മകളും ബാംഗ്ലൂരിൽ മടിവാളയിൽ താമസിക്കുന്നു. മകൻ MBA കഴിഞ്ഞ് ഒരു കമ്പനിയിൽ HR ആയും മകൾ M.Tech കഴിഞ്ഞ് വിപ്രോയിലും ജോലി ചെയ്യുന്നു. 2020-ൽ ഞാൻ വെച്ച വീടിൻ്റെ മുകളിൽ 2 മുറികൾ കൂടി ഉണ്ടാക്കി. വീടുപണി, വിവാഹം, വീടുപണി എല്ലാം കൂടി എനിക്ക് ഭ്രാന്ത് പിടിക്കും പോലെയുള്ള അവസ്ഥയുണ്ടായി. ആ സമയത്ത് പത്രത്തിൽ 4AM ക്ലബിനെ പറ്റി അറിയുന്നത്. നമ്പർ എഴുതി വച്ചു. മാനസിക സമ്മർദ്ദം കൂടി വന്നപ്പോൾ
4AM ക്ലബിലും ബ്രഹ്മകുമാരീസിന്റെ ഒരു ഓൺലൈൻ മെഡിറ്റേഷൻ ക്ലാസ്സിലും കയറി. അത് എനിക്ക് ഒരു പുതുജീവൻ സമ്മാനിച്ചു. തുടർന്ന് പുനർനവയിലും എത്തി. ഒരുപാട് കുടുംബാംഗങ്ങളെ കിട്ടി. ഒരുപാട് യാത്ര ചെയ്യാൻ സാധിച്ചു. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ടെൻഷൻ അടിക്കുകയും വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്ന് കരയുകയും ചെയ്തിരുന്ന ഞാൻ ക്രമേണ അതിൽ നിന്നൊക്കെ മാറി വന്നു. അതിന് യോഗയും പുനർനവയിലെ എല്ലാവർക്കും നന്ദി. 2021 ഒക്ടോബർ 16 ഞാൻ അച്ഛമ്മയുമായി. ഇനി ഇളയ മകന്റെ വിവാഹം നടത്തണം. ഇളയ മകൻ പോളിടെക്നിക് കഴിഞ്ഞ് അവനും ബാംഗ്ലൂരിലാണ്. ഞാൻ ഇടയ്ക്ക് അവിടെ പോകാറുണ്ട്. വളരെ നല്ല സ്ഥലം, നല്ല കാലാവസ്ഥ, അങ്ങനെ ഒരുപാട് അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം കാണാനും കഴിഞ്ഞു. മക്കളെല്ലാവരും ബാംഗ്ലൂരിലാണ്. ഇപ്പോൾ 3 വർഷമായി ഞാൻ ഒറ്റയ്ക്കാണ് താമസം. ജോലിയും കുടുംബവുമായി ദൈവാനുഗ്രഹത്താൽ സന്തോഷമായി കഴിയുന്നു. ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ഒരുപാട് ആളുകളെ കാണാനും പരിചയപ്പെടാനും ഒരുപാട് സ്ഥലങ്ങളിൽ മാറി മാറി ജോലി ചെയ്യാനും സാധിച്ചു. സഹായിച്ചവർക്കും ഉപദ്രവിച്ചവർക്കും എല്ലാം നന്ദി. സഹായിച്ചവരിൽ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്തവരും ഉണ്ട്. സഹായിച്ചവർ എടുത്തു പറയാൻ അതിൽ ഡോക്ടർ സുനിൽകുമാർ, മനോജ്, സജിത്ത് സാർ, മായ, ഗിരിജാകുമാരി ടീച്ചർ, അങ്ങനെ ഏതാനും പേർ. 2024 ഓഗസ്റ്റ് 1 മാവേലിക്കരയിലുള്ള ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ജോലിയിൽ പ്രവേശിച്ചു. 13 വർഷത്തോളം സ്കൂളുകളിൽ മാറി മാറി ജോലി ചെയ്തിരുന്ന എനിക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. സ്കൂളിൻ്റെ പ്രവർത്തനത്തിൽ നിന്നും വളരെ വിഭിന്നമായിരുന്നു ഓഫീസിൻ്റെ രീതി. അവിടെയുള്ള എല്ലാവരും എന്നെ ഒരുപാട് സഹായിച്ചു. ഓഫീസിൻ്റെ ജോലി ഇപ്പോൾ പഠിച്ചു വരുന്നു. പിന്നെ ഇപ്പോൾ ജൂലൈ 20 ഞായറാഴ്ച വീട്ടിൽ തെന്നി വീണു. കൈയുടെ കുഴ തെന്നി ചതഞ്ഞു. ഒറ്റ കൈകൊണ്ടുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണ് നമ്മുടെ ഒരു അവയവം ഇല്ലാതെ വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് വളരെ വലുതാണെന്ന് മനസ്സിലാക്കിയത്. വീട്ടുജോലി, ഓഫീസ് ജോലി, ഓഫീസിലേക്കുള്ള യാത്ര ഒക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇളയ മകൻ്റെ സഹായത്താൽ ഒരുവിധം എല്ലാം ഭംഗിയായി നടക്കുന്നു. എനിക്ക് എല്ലാവരോടുമായി പറയാനുള്ളത്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരുടെ കഴിവിനനുസരിച്ച് പഠിപ്പിക്കുക, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ളവരാക്കുക എന്നതാണ്. വിവാഹം 25 വയസ്സ് കഴിഞ്ഞ് മതി പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് 30-ലും. അപ്പോൾ കുറച്ച് കാര്യപ്രാപ്തിയും ഗൗരവവും ഒക്കെ ഉണ്ടാകും. നാടിനെയും മണ്ണിനെയും മനുഷ്യനെയും പക്ഷിമൃഗാദികളെയും ഒക്കെ ശ്രദ്ധിക്കാനും സ്നേഹിക്കാനും ഒക്കെ മനസ്സ് കാണിക്കുക. ഒരു ചെടിയോ മരമോ ഒക്കെ വെച്ച് പിടിപ്പിക്കുക. നാളേക്കായി, വരും തലമുറയ്ക്കായി മണ്ണും വളവും ജലവും മരവും അങ്ങനെയെല്ലാം കരുതി വെക്കുക. ആൺപെൺ വ്യത്യാസമില്ലാതെ വീട്ടുജോലികൾ തുല്യമായി ചെയ്യുക. അവരവരാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്കായി ചെയ്യുക. ജോലി സ്ഥലത്ത് എല്ലാവരോടും വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും പെരുമാറുക. നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുക. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സമാധാനമായി കേൾക്കുക. അവരുടെ ആവശ്യങ്ങൾ താമസിപ്പിക്കാതെ കഴിയുന്നത്ര വേഗത്തിൽ ചെയ്തു കൊടുക്കുക. അർഹതയുള്ളവരെ സഹായിക്കുക. എൻ്റെ ഒറ്റയ്ക്കുള്ള ജീവിതവും മക്കളെ വളർത്തലും പഠിപ്പിക്കലും വീട് പണി, അതിനിടയിൽ എനിക്ക് വലുതായി ഒന്നും സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും എല്ലാ ശമ്പളത്തിൽ നിന്നുമുള്ള ദുരിതാശ്വാസത്തിൻ്റെ പിരിവും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ആഗ്രഹമുണ്ട് കൊടുക്കാൻ. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, വീട്ടിലുള്ള ആണുങ്ങളെല്ലാം ചെയ്യും എന്ന് പറഞ്ഞ് അവരെ മാത്രം ആശ്രയിച്ച് ജീവിക്കാതെ സ്വയം പര്യാപ്തരാവണമെന്നതാണ്. വേണമെന്ന് വിചാരിച്ചാൽ എല്ലാം നടക്കും. റിട്ടയർമെൻറ്റ് ജീവിതം അത് എങ്ങനെയാവണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ സാധിച്ചിട്ടില്ല. നാട്ടിൽ നിൽക്കണോ അതോ ബാംഗ്ലൂരിൽ പോകണോ? മക്കളെ ആശ്രയിക്കാതെ ആരോഗ്യമുള്ളിടത്തോളം ജീവിക്കണമെന്നാണ് ആഗ്രഹം. ഇളയ മകനുമായി ചേർന്ന് ബാംഗ്ലൂരിൽ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയാലോ എന്ന ആലോചനയുണ്ട്. അല്ലെങ്കിൽ ഗാർഡനിങ് വളരെ ഇഷ്ടമാണ്. കുറച്ച് കളക്ഷൻസ് ഉണ്ട്, അത് കുറച്ചുകൂടി വിപുലപ്പെടുത്തണം. ഇത്തരത്തിൽ ഒരു പരിപാടി അവതരിപ്പിക്കാൻ സഹായിച്ച ദൈവത്തിന് നന്ദി, എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി, എൻ്റെ സഹോദരങ്ങൾക്ക് നന്ദി.
മക്കൾക്ക് നന്ദി. ഇത്രയും കാലം ഒഴിവിടമെല്ലാം ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുവാൻ സഹായിച്ച ദൈവത്തിന് നന്ദി. കൃഷ്ണ ഗുരുവായൂരപ്പ. വളരെ സന്തോഷം. നന്ദി. ഒന്നുകൂടെ ഉവ്വ. നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, ഭൂമിയിൽ വന്നവതാരം എടുക്കാൻ എനിക്കെന്നു പാതിമയ്യായ പിതാവിനോ, പിന്നതിൽ പാതിമയ്യായ മാതാവിനോ, പിന്നെയും 10 മാസം ചുമന്നെന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനു നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഗംഭീരം. നമ്മൾ ഓരോ തവണയും ഓരോരുത്തരെ കേൾക്കുമ്പോൾ ഓരോരുത്തരും ജീവിക്കുന്നതും അവരൊക്കെ അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ടാകണം. തീർച്ചയായിട്ടും ഇവിടെ ഈ സെഷൻ അവതരിപ്പിക്കുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പലരും അവതരിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏതാണ്ട് 25 മിനിറ്റ് നേരം ബിന്ദുജി ഈ പ്രഭാഷണം നടത്തി. ഇങ്ങനെ ഓരോരുത്തരും. അതുപോലെ ഈ പരിപാടിയിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് നമ്മൾ അത്തരത്തിൽ മറ്റൊരാളെ കൂടി കാണുന്നു. ശ്രീ അരുൺ ഗോപിനാഥ്. ആദ്യത്തെ ആദ്യ പ്രതികരണം. പ്രണവം വലിയ വീട്ടിൽ, കൈപ്പട്ടി, കരുമാലൂർ, ആലുവയിലാണത്. അദ്ദേഹം ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമാണ് നടത്തുന്നത്. നമുക്ക് അരുൺജിയുടെ ആദ്യ പ്രതികരണം കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ബിന്ദുജിക്കും നമസ്കാരം. വളരെ 30 മിനിറ്റ് താഴെ സമയം കൊണ്ട് ഒരു ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് അത് വർണ്ണിക്കുകയുണ്ടായി ബിന്ദുജി. അത് എനിക്ക് അതിൻ്റെ ഏറ്റവും അട്രാക്ഷനായിട്ട് തോന്നിയത് ആ ചെറുപ്പകാലത്തിലുള്ള വീടിൻ്റെ അറ്റ്മോസ്ഫിയർ, പാടങ്ങളും വരമ്പുകളും ഒക്കെ ഉള്ള ഒരു ഗ്രാമത്തിൽ ജനിച്ച് ഒരു നാലുകെട്ട് പോലത്തെ ഒരു വീട്ടിൽ അത് തന്നെ ഒരു ജീവിതത്തിൽ കിട്ടിയ ഒരു ഭാഗ്യമാണ്. കാരണം അതെന്നൊരു നല്ലൊരു ഓർമ്മയാകാൻ എപ്പോഴും സാധിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണത്. പിന്നെ വളർന്നു വന്നപ്പോഴുണ്ടായ പല പല ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ അച്ഛൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി കുറെ സ്ട്രെയിൻ ചെയ്ത് ഒരു മകളെന്നുള്ള കടമ നിർവഹിച്ച് തന്നെയാണ് ജീവിതത്തിൽ ബിന്ദുജി കയറി വന്നേക്കണത്. പിന്നെ വിവാഹ ജീവിതം അധികം നീണ്ടു നിൽക്കാത്ത ഒരു ഇത് മാത്രമാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും ഒരു ദുഃഖകരമായിട്ട് ഒരു അവസ്ഥ ഉണ്ടായത്. ബിന്ദുജിക്ക് 37 വയസ്സുള്ളപ്പോഴാണ് ഭർത്താവിന്റെ മരണം. അത് വളരെ വേദനിപ്പിക്കുന്നതാണ്. ആ സമയത്ത് 2 കുട്ടികളെയും കൊണ്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് പോകാൻ വഴിമുട്ടിക്കുന്ന അവസ്ഥ ഞാൻ പലരിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വെല്ലുവിളിയായിട്ട് ആ ഒരു ചലഞ്ചിങ് പവർ എന്തായാലും ആ ബിന്ദുജിക്ക് ഉണ്ടെന്നുള്ളത് ഇന്നിപ്പോ എത്തിക്കുന്ന ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാ വെല്ലുവിളികളെയും വളരെ ധൈര്യപൂർവം മുന്നിട്ടിറങ്ങി അതുപോലെ നല്ലൊരു ജോലി സമ്പാദിച്ചു. അതും ചെല്ലുന്ന എല്ലാ സുഹൃത്തുക്കളെയും സഹായിക്കുന്ന സുഹൃത്തുക്കളെയോടും നല്ലൊരു നന്ദിയുള്ള ഒരു മനസ്സുള്ളത് ഒരു വലിയ അഭിനന്ദനാർഹമായ കാര്യമാണ് ബിന്ദുജിക്ക്. ബിന്ദുജി എല്ലാ നമ്മൾ ആരൊക്കെ എത്രയോ അടുത്ത് ബന്ധപ്പെട്ടുണ്ട് അവരെല്ലാം നല്ല ഓർമ്മയോടുകൂടി അവർ പേരുകളുടെ അടക്കം നമ്മുടെ ഇതിനകത്ത് വർണ്ണിക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് ഇപ്പോ മക്കളുടെ വിവാഹം, മൂത്തമ്മന്റെ വിവാഹം അവർ കഴിഞ്ഞ് അവർ ബാംഗ്ലൂർ സെറ്റില്. ഇപ്പൊ ശരിക്കും പറഞ്ഞ മനസ്സുകൊണ്ട് സന്തോഷിക്കാവുന്ന ഒരു ജീവിതത്തിലേക്കാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ ബിന്ദുജി എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഇളയമോന്റെ കൂടി മാരേജ് കഴിഞ്ഞാൽ ബാധ്യതകളെല്ലാം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞാൽ മിക്കവാറും റിട്ടയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അത് നല്ലൊരു അടുത്തൊരു നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു തൊഴിലിലേക്ക് ഇറങ്ങണം എന്നുള്ള എൻ്റെ ഒരു അഡ്വൈസ്. കാരണം നമുക്ക് പല പല കഴിവുകളൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ നമ്മളെപ്പോഴും
നമുക്ക് ജീവിതത്തിന്റെ പ്രാരാബ്ധത്തിൽ ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ഓരോ തൊഴിലെടുത്ത് നമ്മൾ ജീവിച്ചു പോകുന്നത്. പക്ഷെ നമ്മള് നമുക്ക് ഇൻസൈഡിൽ നമുക്ക് കുറെ കഴിവുകൾ ദൈവം തന്നിട്ടുണ്ടാവും. ഒരാൾക്ക് ഒരു കഴിവല്ല, പല പല കഴിവുകളുണ്ടാവും. അപ്പൊ അതിനകത്ത് ഏറ്റവും മനസ്സിന് ഇഷ്ടപ്പെട്ട എന്ത് കഴിവാണ്? ഇപ്പൊ ഗാർഡനിങ് ആ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കുറെ പൂന്തോട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നി ആ ബിസിനസ് ഡെവലപ്പ് ചെയ്തോ നോക്ക്. ഇല്ലെങ്കിൽ നമ്മൾ അറിയാൻ പാടാത്ത ബിസിനസ്സിലൊക്കെ പോയി നമ്മൾ ഇത്ര നാളുണ്ടാക്കിയ സേവിങ്സ് എല്ലാം നഷ്ടപ്പെടാത്താതെ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാൻ കുറച്ച് കെയർ ചെയ്യണത് നല്ലതായിരിക്കും. എന്തായാലും നല്ലൊരു ഇനിയുള്ള ജീവിതം നല്ലൊരു രീതിയിൽ, നല്ല മനസ്സിന് സന്തോഷം കിട്ടുന്ന രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്തായാലും അവസാനം എന്റെ ഭഗവാനെ തന്നെ പറഞ്ഞതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഗുരുവായൂരപ്പന്റെ ഒരു ഭക്തനാണ് ഞാൻ. അപ്പൊ എല്ലാ ആശംസകളും ബിന്ദുജിക്ക് ഞാൻ നേരുന്നു. താങ്ക് യു. ഗംഭീരായിരിക്കുന്നു. അരുൺജിയുടെയും സ്ഥാപനം പ്രോപ്പർട്ടി കിങ് ആയിട്ട് തന്നെ അത് വളരട്ടെ. ഓക്കെ, താങ്ക് യു. 25 പേര്, 25 ഡിവൈസ് ഓൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും സംസാരിച്ചിട്ടേ പോകാവൂ. പ്രത്യേകിച്ച് സംസാരിക്കാതെ പോകാൻ ബിന്ദുജിയുടെ ഈ അവതരണത്തിൽ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ധൃതിയുള്ളവര് ആദ്യം പറഞ്ഞോളൂ. വളരെ പെട്ടെന്ന് പോയേ പറ്റൂ എന്നുള്ളവർക്ക് ഇപ്പൊ പറയാം. ആരാണ്? അത് ഞാനാ. ഓക്കെ, ഞങ്ങള് ഇന്ന് ഞായറാഴ്ച പോകണം. ഞായറാഴ്ച ആയതുകൊണ്ട് പെട്ടെന്ന് പോകണം. സാറേ ഒരു അവസരം തരണേ. പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു. ആദ്യമേ ജോഷി സാറിന്റെ ഈ അവതരണത്തിനും എല്ലാം ഏറ്റവും ഭംഗിയായി ഈ പ്രോഗ്രാം 12ാമത്, അതായത് 1 വർഷം തികയുന്ന സാറിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഈ വരാൻ പോകുന്ന അടുത്ത 1 വർഷവും ഇത് ഭംഗിയായി അവതരിപ്പിക്കാനും, 1 വർഷമല്ല തുടർന്നുള്ള എല്ലാ മാസങ്ങളും ഇത് നന്നായി അവതരിപ്പിക്കാൻ ആയുസ്സും ആരോഗ്യവും തരട്ടെ. പിന്നെ ബിന്ദുജിയുടെ കാര്യം കേട്ടിട്ട് സത്യത്തില് ഈ വലിയ വെല്ലുവിളികളെ ഏറ്റെടുത്ത് സധൈര്യം ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെ നേരിടുന്ന ആ മനസ്സ്, അത് വളരെ നല്ലതാണ്. ഇതുവരെയും ദൈവം വിജയം തന്നിട്ടുണ്ട്. തുടർന്നും ഇളയ മകന്റെ വിവാഹവും ഒക്കെ നടന്ന് നല്ല സുന്ദരമായ ഒരു ജീവിതം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ആദ്യം മുതൽ അനുഭവിച്ച ഓരോരോ വെല്ലുവിളികൾ, അതായത് ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെട്ട് അതിനെ സധൈര്യം നേരിട്ട് സുന്ദരമായ ഒരു ജീവിതം ഇപ്പൊ നയിക്കാൻ കഴിയുന്നുണ്ട്. ദൈവം മക്കളെ തന്നു, മക്കളുടെ മക്കളെ തന്നു. അങ്ങനെ ഈ ജീവിതം കൂടുതൽ മനോഹരമാകട്ടെ. ജീവിതം, ഇനിയുള്ള ജീവിതം ഇതിനേക്കാളും മധുരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവതരണ നന്നായിരുന്നു, വളരെ നല്ലത്. താങ്ക് യു സോ മച്ച്. ഞാനിവിടെ ഒരു വാക്ക്, എനിക്ക് ജോഷി സാറിനും ഇതിലുള്ള എല്ലാവർക്കും നമസ്കാരം. എന്നെയും ആ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോയി ബിന്ദുജി. കാരണം സ്കൂളിൽ പഠിക്കുന്ന പാവാടയൊക്കെ ഇട്ട് ഞാനും ഇതുപോലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച്, അപ്പൊ ആ വയലുവരമ്പിലൂടെ ഞാനും പോയിട്ടുണ്ട്. അപ്പൊ ആ ഞങ്ങളൊക്കെ പിന്നെ നെൽപ്പാടവാ. അപ്പൊ ഈ കതിരിങ്ങനെ വന്ന് കിടക്കുമ്പോ അതേ മുട്ടി തട്ടി ഇങ്ങനെ പോകുന്നത് ഞങ്ങള് ആ ഒരു കാലം. പിന്നെ ഈ തഴപ്പായുടെ കാര്യം പറഞ്ഞ അന്ന് ആ സമയത്തൊക്കെ നമ്മുടെ ഈ കയ്യാലകളിലും വരമ്പിലും ഒക്കെ കൈത വെച്ച് പിടിപ്പിക്കുമല്ലോ. അന്നൊക്കെ പാറയിട്ട് കെട്ടുമല്ലോ, എല്ലാം കയ്യാലയില്ലേ. അത് ഇടിഞ്ഞു വീഴാതിരിക്കാൻ പുല്ലും കൈതയൊക്കെയാണല്ലോ വെച്ച് പിടിക്കും. അപ്പൊ ഇവര് എന്താ ഇങ്ങനെ ഈ തഴപ്പ അറക്കുന്നവര് വന്ന് തഴ അറുത്തോണ്ട് പോവും. അത് ഇങ്ങനെ തലയെ വെച്ചോണ്ട് അവര് പോകും. അപ്പൊ ഞങ്ങളൊക്കെ ചോദിക്കും ഇതെന്തിനാ. അന്നേരം അവരുടെ വീട്ടിൽ കൊണ്ടിട്ട് ഇത് ചെയ്യുന്നതും പായ ഉണ്ടാക്കുന്നതും ഒക്കെ കാര്യങ്ങളൊക്കെ പറയും, നമുക്കും അറിയാം. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഇത്രയും സന്തോഷകരമായിട്ട് ജീവിക്കാൻ ദൈവം ആരോഗ്യവും ആ ഒരു ധൈര്യവും ദൈവീയ കൃപയും ഒക്കെ തന്നു. മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു.
നല്ല കുടുംബജീവിതം നയിക്കുക, അല്ലെങ്കിൽ അവരെ ഇത്രയും പ്രാപ്തയാക്കി എല്ലാത്തിനും ബിന്ദുജിക്ക് അനുകൂലമായ സാഹചര്യങ്ങളെല്ലാം ഈശ്വരൻ ഒരുക്കി തന്നു. അപ്പൊ തുടർന്നും എല്ലാം ഭംഗിയായിട്ട് നടക്കും. പ്രയാസങ്ങളെയും ഓരോ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സർവശക്തൻ കൃപ തരട്ടെ. ഇളയ മോന്റെ വിവാഹവും ബിന്ദുജി ഇപ്പൊ ഒരു കണക്ക് പറഞ്ഞല്ലോ, അപ്പൊ 25-30 അങ്ങനെയൊക്കെ നോക്കി ഓരോ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. തുടർന്ന് ആരോഗ്യകരമായ ജീവിതം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. വളരെ നന്നായിരിക്കുന്നു. നീ ആരെങ്കിലും ഉണ്ടോ? സാറേ ഞാനുണ്ട് സാറേ, ഞാനുണ്ട് ഹരിദാസ്. ഓക്കെ ഓക്കെ. ഞാൻ ഹോസ്പിറ്റലിലാണ്, അപ്പൊ എനിക്കിപ്പോ ഇറങ്ങേണ്ടി വരും ചായ വാങ്ങാനും ഓക്കെ. ഞാൻ ബിന്ദുജിയുടെ അത് സശ്രദ്ധം ശ്രദ്ധിച്ചു. വളരെ എന്തായാലും തുടക്കത്തിൽ പാലക്കാടായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട്, അത് അറിഞ്ഞപ്പോ സന്തോഷം തോന്നി. പിന്നെ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ഈ പരിപാടി ഭംഗിയായി കൊണ്ടുപോകുന്ന ജോഷി സാറിനും ഇതിനോട് സഹകരിക്കുന്ന എല്ലാ മെമ്പർമാരോടും വളരെയധികം നന്ദി പറയുന്നു. താങ്ക് യു. ജോഷി സാറേ, ഞാനൊന്ന് പറയട്ടെ. ജോഷി സാറിനും ഗ്രൂപ്പിലെ മറ്റെല്ലാവർക്കും നമസ്കാരം. ബിന്ദുജിയുടെ ഇന്നത്തെ ഈ ഒരു പരിപാടി കേട്ടു. അതായത് ചെറുപ്പകാലത്ത് വയലിലൂടെ പോകുന്നതും 4-8 വീട്ടിലാണ് ജനിച്ചത് എന്നൊക്കെ ഉള്ളത് കേട്ടു. അതുപോലെ ആ കുട്ടിക്കാലത്ത് ഒന്നിച്ച് പഠിച്ച സഹപാഠികളുടെ പേരൊക്കെ വളരെ ഓർത്ത് പറയുന്നത് കേട്ടപ്പോൾ വളരെ സന്തോഷം. കാരണം ഇപ്പോഴും അവരെ നമ്മൾ ഓർക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് തന്നെ ഒന്ന് ഓർമ്മിച്ച് എടുത്തതിൽ വളരെ സന്തോഷം. അതുപോലെ ബിന്ദുജി ഗാർഡനിങ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിൽ തന്നെ കാണാം, പലതരത്തിലുള്ള പൂക്കളും ഫലവൃക്ഷങ്ങളും ഒക്കെ പറമ്പ് നിറയുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തായാലും അതുമായിട്ട് മുന്നോട്ട് പോവാം. ഇപ്പൊ എന്തായാലും ഈ മെയ് മാസം ചിലപ്പോൾ റിട്ടയർമെന്റ് ആയിരിക്കും അല്ലെ? അപ്പൊ അതിന് ശേഷമായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോവാം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒറ്റപ്പെട്ട ഒരു ജീവിതം, ആ ഒരു ജീവിതത്തെ വളരെ ധൈര്യത്തോടു കൂടി നേരിട്ട് 2 മക്കളെയും പഠിപ്പിച്ച് തീർച്ചയായിട്ടും നല്ലൊരു നിലയിൽ തന്നെ എത്തിച്ചിട്ടുണ്ട്. ആ ഒരു ധൈര്യം കൈവിടാതെ ഇനിയും മുമ്പോട്ട് പോവുക. ഒരു മകന്റെ വിവാഹം കൂടി നടത്തി വളരെ സന്തോഷത്തോടു കൂടി എല്ലാം ധൈര്യത്തോടെ പോസിറ്റീവായി നേരിട്ട് ജീവിക്കുക, അതാണ് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു പരിപാടി വളരെ വിജയകരമായി ചെയ്യുന്ന ജോഷി സാറിനും നന്ദി. ബിന്ദുജിക്കും ഈ പരിപാടിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഓക്കെ, നന്നായിരിക്കുന്നു. നമ്മുടെ ബേബിച്ചൻ ഇന്ന് ധൃതി ഉണ്ടോ? ഇല്ലായിരിക്കുമല്ലോ. നമസ്കാരം. ഞാൻ ഇറങ്ങുവാണേ. പറഞ്ഞോളൂ വിനോദ് സാർ. എല്ലാവർക്കും നമസ്കാരം. പിന്നെ എന്റെ വൈഫിന്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകണം, അതാണ്. ഇത് നല്ല അവതരണമായിരുന്നു. ആദ്യമായിട്ട് തന്നെ ജോഷി സാറിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ആൻഡ് കൺഗ്രാജുലേഷൻ പറയാം. കാരണം നല്ല രൂപത്തിലാണ്, നല്ല രീതിയിലാണ് സാർ ഇത് പരിപാടി കൊണ്ടുപോകുന്നത്. കൂടാതെ ബിന്ദുജിയുടെ ഒരു നല്ല പ്രഭാഷണത്തിലൂടെ നല്ലൊരു സുപ്രഭാതം, നല്ലൊരു ദിവസം നമുക്ക് നേർന്നിരിക്കുകയാണ്. അതിന് വളരെ നന്ദി. നല്ലൊരു അവതരണമായിരുന്നു. കാരണം ഒരു ഗ്രാമത്തിന്റെ ഒരു ഏകദേശം നല്ലൊരു രൂപമാണ് നല്ലൊരു രൂപം നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചതിന് നന്ദി. ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ഇത് ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും വളരെ ധീരമായി നേരിട്ട് മുന്നോട്ട് പോയ ബിന്ദുജിക്ക് വളരെ മറ്റുള്ളവർക്കും കൂടി ഒരു മാതൃകയാണ്. നല്ലൊരു പ്രഭാഷണത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും മനം കവർന്നു. വളരെ നന്നായൊരു പ്രോഗ്രാമായിരുന്നു. നന്ദി, നമസ്കാരം. നന്ദി വിനോദൻ സാറേ. ഇനിയും ഇനിയുണ്ട്, ഞാനുണ്ട്, എനിക്ക് പോകാനുണ്ട്. പറഞ്ഞോളൂ. ബിന്ദുവിന്റെ തുടക്കം കേട്ട സമയത്ത് എനിക്ക് തോന്നിയത് ഒരു ചങ്ങമ്പുഴയുടെ മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും ചേർന്നു മിന്നി കറയൊറ്റോരാലസൽ ഗ്രാമഭംഗി. ബിന്ദു എന്റെയും കുട്ടിക്കാലം അങ്ങനെയെല്ലാം ഉള്ളതായിരുന്നു. അപ്പൊ നല്ല ഒരു സ്ഥലത്തേക്ക് ഞാനും അങ്ങോട്ട് പോയി.
പിന്നെ ഈ ഫ്രണ്ട്സിനെയൊക്കെ ഓർമ്മിച്ച് വെച്ച് പറഞ്ഞത് അതും ഒരു നല്ല കാര്യം. ഞാനും ഇന്ന് ചെറിയ കാലത്തുള്ള ഫ്രണ്ട്സിനെ ആയിട്ട് കണക്ഷൻ ഉള്ള ഒരാളാണ്. ആകെ കൂടി എല്ലാം കൊണ്ടും നല്ലൊരു സുപ്രഭാതം തന്നെയായിരുന്നു. അതുപോലെ ജോഷി സാറിനും അകമഴിഞ്ഞൊരു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമുക്ക് കൂടുതലൊന്നും പറയാനില്ല, ഒരുപാട് ആൾക്കാർക്ക് പറയാനുള്ളതാണെന്ന് മാത്രമല്ല നമുക്ക് ടൈമും ഇല്ല. അതുകൊണ്ടാണ്. നമസ്തേ. ആയിക്കോട്ടെ, വളരെ നന്നായിരിക്കുന്നു കേട്ടോ. അടുത്തത് ഇല്ലെങ്കിൽ നമ്മൾ വടക്കുന്ന് പിടിക്കാൻ പോവുകയാണ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ കണ്ണൂരിലെ വേറെ ആരെങ്കിലും ഉണ്ടോ കണ്ണൂരിൽ നിന്ന്? ഇല്ലല്ലോ. ഇല്ലെന്നുള്ള വിചാരത്തിൽ ഹുസൈൻ സാർ ഉണ്ടായിരുന്നുണ്ടോ? ഇല്ല സാറേ, സാറ് പോയി. ഓക്കെ. അപ്പോൾ മലപ്പുറം കഴിഞ്ഞു, കോഴിക്കോടെത്തി. ഉണ്ടോ കൈരളി ദമ്പതികൾ? ഇവിടെ ഉണ്ട് സാറേ. എന്നാ പരിപാടി അങ്ങോട്ട് തുടങ്ങട്ടെ. റസീല പറഞ്ഞോളൂ ആദ്യം. വേഗം എനിക്ക് മൈക്ക് തന്നു. പിന്നെ നല്ലൊരു അവതരണമായിരുന്നു. വളരെ ഇഷ്ടമായി. ചെറുപ്പകാലത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പുനർനവ എന്താ പറയാ, പുനർനവേനെ പറ്റി പറഞ്ഞല്ലോ. പിന്നെ മനസ്സിന് വളരെ ടെൻഷനും ഇതൊക്കെ അനുഭവിച്ച സമയത്ത് അതിൽ നിന്നൊക്കെ ഒരു രക്ഷ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് അതില് ഞാനടക്കം അഭിമാനം കൊള്ളുകയാണ്. സന്തോഷമുണ്ട് കേട്ടപ്പോൾ. പിന്നെ എന്തായാലും കുടുംബജീവിതമൊക്കെ എത്രയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതും ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി. മൈക്ക് കൈമാറുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ബിന്ദുജിയുടെ അവതരണം അതിഗംഭീരായി. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് പലർക്കും വളരെ പ്രചോദനം നൽകുന്ന ഒരു കഥ തന്നെയായിരുന്നു. ബിന്ദുജി ആ ഒരു ഭാഗത്തേക്ക് കൂടുതൽ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. മറ്റുള്ള പലർക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ് ബിന്ദുജിയുടെ ലൈഫ്. എല്ലാ പ്രതിസന്ധികൾ നേരിട്ടിട്ടും 2 കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ടും എല്ലാം നേരിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നവരുണ്ടായി എന്നല്ലാതെ അതിൽ നിന്നെല്ലാം ആ സമയത്ത് വരികയും ചെയ്തു. ബ്രഹ്മകുമാരീസിനെ പോലെ, പുനർനവയെ പോലെ ഈശ്വരനായിട്ട് ഓരോന്നും നമുക്ക് കൊണ്ടുതരുന്ന അറിയില്ല. തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കൂടി വളരെ പ്രചോദനം. ആ ഒരു ആംഗിളിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കില്ല എന്ന് എനിക്ക് ഒരു അഭിപ്രായമുണ്ട്. എനിക്ക് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ബിന്ദുവിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് എത്രത്തോളം ജീവിതത്തിൽ മുന്നേറാനുള്ള ഒരു തോന്നലുണ്ടാക്കുക എന്നുള്ളത്. അറിയില്ല നമ്മുടെ ജീവിതം മറ്റു പലർക്കും ജീവിക്കാൻ മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നൽകുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുപോലെ ബിന്ദുവിൻ്റെ ജീവിതം തീർച്ചയായിട്ടും ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി നമ്മളെല്ലാവരും കടന്നു പോകുന്നവരാണ്. അതിൽ നിന്നൊക്കെ കടന്നു മക്കളൊക്കെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു, വളരെ ശാന്തമായി ഇപ്പോൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും ഒരു പ്രചോദനം നൽകുന്ന ഒന്നാണെന്ന് പ്രത്യേകം എടുത്തു പറയാൻ നിവൃത്തിയില്ല. തീർച്ചയായിട്ടും ബിന്ദുജിയെ കാത്തുകൊണ്ട് എപ്പോഴും അരുൺജി നേരത്തെ പറഞ്ഞ പോലെ ഗുരുവായൂരപ്പനും എല്ലാ ആൾക്കാരും കൂടെ ഉണ്ടാവട്ടെ, എന്നും ഈ ഒരു സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്നായിരിക്കുന്നു. അപ്പൊ കോഴിക്കോട് ഇനിയും മറ്റാരും ഇല്ലല്ലോ. പാലക്കാടും കഴിഞ്ഞു, തൃശ്ശൂരും കഴിഞ്ഞു, നമ്മൾ എറണാകുളത്തേക്ക് എത്തി. അപ്പോൾ പറവൂർ ബഹുമാനപ്പെട്ട ബാസി സാർ. എല്ലാവർക്കും നമസ്കാരം. പ്രോഗ്രാം കോർഡിനേറ്റർ ജോർജ് സാറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇന്നത്തെ താരം ബിന്ദുജി നല്ല രീതിയിൽ അവതരിപ്പിച്ചു. നമ്മളെ ചെറുപ്പത്തിലേക്ക്
നമ്മളെ വീണ്ടും തിരിച്ചു കൊണ്ടുപോയി. ആ ഒരു അന്തരീക്ഷങ്ങളിൽ വ്യത്യസ്തമാണെങ്കിലും ഗ്രാമീണ അന്തരീക്ഷം, ഞങ്ങളുടെ ഭാഗത്ത് ഗ്രാമീണ അന്തരീക്ഷം പാടങ്ങളും ഇതൊന്നും ഒക്കെ കുറവാണ്. ഞങ്ങളുടെ ആ ഭാഗത്ത് കുറച്ച് അങ്ങോട്ട് മാറിയാണ് പിന്നെ പാടങ്ങളൊക്കെ ഉള്ളത്. എന്നാലും നമ്മൾ ആ ചെറുപ്പത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോയതിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഇവിടം വരെ എത്തിയതിൽ അഭിമാനിക്കുന്നു. ഇനിയും ഇതേപോലെ തന്നെ ഒരാളുടെ കല്യാണം കൂടി നടത്താനുണ്ട്. അതും കൂടി കഴിയുമ്പോൾ മിക്കവാറും റിട്ടയർമെന്റിന് ശേഷമാകാനാണ് സാധ്യത എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ കല്യാണം നമുക്ക് ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം അനുസരിച്ച് നമുക്ക് തലേ ദിവസം ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കുന്നത് നമുക്കൊരു ഇത്തിരി കൂടി ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. തമ്മിൽ കൂടുതൽ അടുക്കുന്നതിനും ആ ഒരു ബന്ധം ഉറപ്പിക്കുന്നതിന് സാധിക്കുന്നുണ്ട്. അത് നമുക്ക് ഇതേപോലെ തന്നെ ബിന്ദുജിയുടെ ഇപ്പം എനിക്ക് എൻ്റെ ഇതിൽ നമുക്ക് അതിലുള്ളൊരു വ്യത്യാസം, അതിന് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. എനിക്ക് എൻ്റെ മകൻ്റെ കല്യാണത്തിന് ഈ ഗെറ്റ് ടുഗദറിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് മാനസികമായിട്ട്. എന്നാലും അത് അങ്ങനെ ചെയ്യാതെ എനിക്ക് ഇവിടുന്ന് മാറാനായിട്ട് പറ്റില്ല. അപ്പം അതിന് അങ്ങനെ തന്നെ ഞങ്ങൾ കൊണ്ടുപോകാനേ സാധിക്കുള്ളൂ. ബിന്ദുജിയിൽ നിന്നും ഇതുപോലൊരു അവതരണം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയും ടോപ്പിലേക്ക് വന്ന് അവതരിപ്പിക്കുന്നുള്ള ആ ഒരു, നമ്മൾ നോക്കുമ്പോഴൊരു വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു പോകുന്ന ഒരാൾ എങ്ങനെ ഇതൊക്കെ പറഞ്ഞെത്തിക്കുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് ധൈര്യപൂർവ്വം ഓരോരുത്തരെയും അമ്പരപ്പിച്ചുകൊണ്ട് നല്ലൊരു പ്രോഗ്രാം അവതരിപ്പിച്ചു. ഇനിയും ഇതേപോലെ ഇനിയുള്ള ജീവിതവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അതിനെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗംഭീരായിരിക്കുന്നു ബാദ് സാർ. എല്ലാവരുടെയും ഞാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ്. ഈ സെഷനിൽ എപ്പോഴും എല്ലാവരെയും സംഭാഷണത്തിൽ ഒരു ചാതുര്യമുള്ളവരാക്കുക, പലർക്കും അത്ഭുതം കൂടുന്ന രീതിയിൽ ഈ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ആളുകൾ രംഗത്ത് വരണം. ബാസി സാറിന്റെ സംഭാഷണത്തിൽ പോലും എത്രയോ വ്യത്യാസം വന്നു കഴിഞ്ഞു സംസാരിക്കാൻ. ആദ്യമൊക്കെ വളരെ വളരെ പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ കൃതാർത്ഥനാണ്. നിങ്ങളുടെ എല്ലാവരുടെയും നന്ദിക്ക് ഞാൻ വളരെ സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. ഓക്കെ, സലിജാമാം ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞ് നമ്മള് ഇങ്ങ് വരുമ്പോൾ ഹമീദാജിയിൽ എത്തിക്കഴിഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ബിന്ദുജി, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ടെൻഷനാന്ന് പറയുന്ന ഒരാള് അത് വെറുതെ ഒരു മുഖംമൂടിയാണ്. ടെൻഷനാണ് ഈ സമൂഹത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുഖംമൂടിയാണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. പക്ഷേ ബിന്ദുജിയിൽ ഇത്രയും ധൈര്യം, ദൈവം എല്ലാ സമയത്തും കൂടെ നിന്നതുപോലെ ഇനിയുള്ള കാര്യങ്ങൾ ചെയ്തതാണ്. പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തിരിച്ചു വന്ന് ഇനിയും കുറെ പേർക്ക് പ്രചോദനമായിട്ട് ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കാം. എനിക്കൊന്നും പറയാനില്ല ഇതിനകത്ത്, അത്രയ്ക്ക് സൂപ്പറായിരുന്നു. ജോസി സാറെ, ഹാൻഡ്സ് ഓഫ് യു. ഈ നമ്മുടെ ഗിയ ചേച്ചിയൊക്കെ പറയുന്ന പോലെ മിസ്റ്റർ ബ്രൈൻ തന്നെയാണ്. നമ്മള് ബിന്ദുജിയെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നുള്ളൂ, അതെല്ലാം പൊളിഞ്ഞു. നമ്മുടെ ഗ്രൂപ്പിൽ ആരെ കുറിച്ചും നമുക്ക് ഇനിയും പഠിക്കാൻ കുറേ ഉണ്ടെങ്കിൽ ഇപ്പൊ മനസ്സിലായി. ഒരിക്കലും ആരും ദുർബലരാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്നുമില്ല. ഇവിടെ ഉള്ളവർ എല്ലാവരും ഡബിൾ ട്രിപ്പിൾ സ്ട്രോങ് ആൾക്കാരാണ്. അത് ബിന്ദുജി ഇന്ന് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി. ദൈവം എല്ലാവിധ ആരോഗ്യവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യവും അതേ പൂർണ്ണതയോട് നടത്തി തരാൻ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമസ്കാരം. വെരി ഗുഡ്. അമിതാജിയുടെ ആശംസയും നിരീക്ഷണവും എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. അതുകൊണ്ട് അടുത്ത ആള് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻ സാർ, മോഹൻ കാലടി. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ജോസി സാറിനും ബിന്ദുവിനും ആദ്യമേ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. ബിന്ദു 1970 ജനിച്ചത്. ഞാൻ 1980 മാവലിക്കര SBTയിൽ ആണ് ജോയിൻ ചെയ്തത്, നവംബർ 10.
അത് ഈ പറഞ്ഞ പോലെ അവിടെ ADB ആയിരുന്നു ബ്രാഞ്ച്. 28 വില്ലേജുകൾ ചേർത്തിട്ടുള്ള അഗ്രി ഡെവലപ്മെന്റ് ബ്രാഞ്ച് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ മാനേജറോടൊപ്പം നമ്മൾ ലാഡ്ജിൽ താമസിക്കുന്ന കാരണം അദ്ദേഹം പോകുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ ആ 28 വില്ലേജും കാണാനായിട്ട് പറഞ്ഞിട്ട് സാധിക്കുമായിരുന്നു. ഈ പറഞ്ഞ പോലെ തഴവയും വള്ളിക്കുന്നവും ഇതെല്ലാം അതിൽ കൂടി അങ്ങനെ മാവേലിക്കരയുടെ പ്രകൃതി മൊത്തം ആസ്വദിക്കാൻ സാധിച്ചൊരു സ്ഥലമായിരുന്നു. വളരെ 1.5 കൊല്ലം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ഉണ്ടായി. അവിടുത്തെ മാവേലിക്കരയുടെയും അവിടുത്തെ ആൾക്കാരുടെയും ഒക്കെ ഒരു സൗഹൃദം ഉള്ളത് കൊണ്ട് തന്നെയാണ് വീണ്ടും മാവേലിക്കരയ്ക്ക് അടുത്ത് ഒരു ട്രാൻസ്ഫർ ചോദിച്ച് റിട്ടയർമെന്റിന് മുമ്പായിട്ട് 2011 മുതൽ 14 വരെ കുർത്തിക്കാടിലെ മാനേജറായിട്ട് വരികയും അവിടെ നിന്ന് തന്നെ ചീഫ് മേയറായിട്ടുള്ളൊരു പ്രൊമോഷൻ കൂടി നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. ഈ പറഞ്ഞ പോലെ വള്ളിക്കുന്നത്ത് എൻ്റെ ഒരു സുഹൃത്ത് അവിടുത്തെ മാനേജറായിരുന്നു. ഞങ്ങൾ രണ്ടുപേരായിരുന്നു കുർത്തിക്കാട്ടിൽ ഒരു ക്വാർട്ടേഴ്സ് എടുത്ത് താമസിച്ചിരുന്നത്. പിന്നെ ഓച്ചിറയിൽ അബ്ദുൽ ലത്തീഫായിരുന്നു എൻ്റെ അക്കൗണ്ടന്റ്. അത് കാരണം അവിടെയും ഈ ഓച്ചിറ ഉത്സവത്തിന് സമയമൊക്കെ അവിടെ പോകാൻ പറ്റിയിട്ടുണ്ട്. മാവേലിക്കരയിലെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളും കണ്ടല്ലൂരും മറ്റേ ശ്രീകൃഷ്ണ ക്ഷേത്രവും ഇതെല്ലാം അവിടെ പിന്നെ എല്ലാ ഉത്സവവും അവിടെ നിന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ ചെട്ടിക്കുളങ്ങരയും അപ്പൊ അത് നല്ലൊരു ഓർമ്മയിലേക്ക് വീണ്ടും ബിന്ദുജി കൊണ്ടുപോയി. പിന്നെ ബിന്ദുജിയുടെ വിദ്യാഭ്യാസകാലം നല്ല സന്തോഷമായിരുന്നു. അതിൻ്റെ ഒരു മറുവശമായിരുന്നു ബുദ്ധിമുട്ടുള്ളതൊക്കെ. പിന്നെ ഈ കയ്യിലെ കുഴയുടെ ഇതും എനിക്ക് തോന്നുന്നു നല്ലൊരു ചികിത്സയെല്ലാം കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എറണാകുളത്തൊരു പക്ഷളം എന്നുള്ള അടുത്ത് ഒരു വൈദ്യനുണ്ട്. ഇതൊക്കെ ആ കുഴയൊക്കെ കറക്റ്റായിട്ട് ഒന്ന് പിടിച്ചു കിട്ടാൽ മാറുന്നേ ഉള്ളൂ. ശ്രമിക്കാം, അതിനുള്ളതൊന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ശ്രമിക്കാം. പിന്നെ എന്താ പറയുക, ഇത് മാറിപ്പോൾ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പോയി ഒരു 6 മാസം ഒരു കൊല്ലാണെങ്കിൽ പഠിച്ചെങ്കിലും അത് ഒരു വഴിത്തിരിവായിട്ടും പിന്നെ വളരെ സപ്പോർട്ടായിട്ടും കിട്ടി എന്നുള്ളതാണ് വലിയ കാര്യം. പിന്നെ വളരുന്നു, പക്ഷെ ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു എന്താ തുണയായിട്ട് വരുന്നു. അത് യാത്രക്കിടയിൽ ചിലപ്പം ഇറങ്ങിപ്പോയിന്നും വരും, തുടർന്നു വന്നു വരും. എന്നാലും ജീവിക്കാം, യാത്ര ഇനിയും തുടരാം. നല്ലതായിട്ട് ബ്രഹ്മകുമാരിസിന്റെ പിന്നെ അതിൽ ചേർന്നതും അതൊക്കെ ഒരു പുനർവേല വന്നതൊക്കെ ഒരു വഴിത്തിരിവായിട്ട് തന്നെയാണ് കാണുന്നത്. വളരെ നല്ലൊരു സന്ദേശമാണ് മറ്റവർക്കും. ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാര്യം കൂട്ടായിട്ടുള്ള സഞ്ചാരം നന്മയിലേക്ക് പോവുള്ളൂ എന്നുള്ളതിന് ഒരിക്കൽ കൂടി ആശംസ നേരുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. ഓക്കെ സാർ, സാറിന്റെ ആശംസ വേറെ ഉള്ളതാണ്. ജീവിതം ജീവിക്കാനുള്ളതാണ്. എറണാകുളത്ത് ഇനിയും ആരാണുള്ളത്? ആരെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ തന്നെ ഒരു എക്കോ വരുന്നു. ഓക്കെ, ചന്ദ്രിക മാമു ഉണ്ടോ ഇതിൻ്റെ അകത്ത്? അനിൽജി എപ്പോഴെങ്കിലും കയറാൻ വിടവുണ്ടെങ്കിൽ കയറി പറഞ്ഞു പോണം കേട്ടോ. ഓക്കെ, ഇനിയും അപ്പൊ എറണാകുളം വിടുന്നു, കോട്ടയത്തേക്ക് വരുന്നു. സാറേ, പ്രദീപ് സാർ, പ്രദീപ് സാറാണോ? ഞാൻ പറയാം സാറേ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഈ നമ്മുടെ സെഷന്റെ ടോപ്പിക്കിന്റെ പേര് തന്നെ വളരെ അർത്ഥവത്താക്കിക്കൊണ്ടായിരുന്നു ബിന്ദുജിയുടെ സംസാരം. ജീവിതം ജീവിക്കാനുള്ളതാണ്, ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള വളരെ അർത്ഥവത്തായിട്ട് തോന്നി ബിന്ദുവിന്റെ അവതരണം കേട്ടപ്പോൾ. ഏത് പ്രതിസന്ധി കൂടെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി ആർജിച്ചെടുക്കുക ചെയ്തത്. ശരിക്കും ബിന്ദു അങ്ങനെ ഒരാളായിരുന്നില്ല, പക്ഷെ ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ ബിന്ദുവിനെ അങ്ങനെ ആക്കി തീർത്തതാണ്. ശരിക്കും അത് വളരെ എന്താ പറയാ, ധൈര്യത്തോടു കൂടി അത് നേരിടാൻ സാധിച്ചു എന്നതാണ് ബിന്ദുവിന്റെ വിജയം.
അപ്പം ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ്. ഒരു കൈയുടെ ഒക്കെ പ്രശ്നമുണ്ട്, അതൊക്കെ ഉടനെ മാറിക്കോളും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗീതാ ക്ലാസ്സിലെയും വളരെ റെഗുലറായിട്ട് പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ബിന്ദു. നല്ല രീതിയിൽ അതിനെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കും ബിന്ദുവിന് ഇങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്യാൻ സാധിക്കുന്നതെന്ന് എനിക്കറിയാം. പിന്നെ അതിൻ്റെയൊക്കെ പുറകിൽ അടിയുറച്ച ഒരു ദൈവവിശ്വാസിയും കൂടെയാണ്. അതുകൊണ്ടാണ് ഈ തരത്തില് കാര്യങ്ങളെ മുമ്പോട്ട് നീക്കാൻ ബിന്ദുവിന് സാധിക്കുന്നത്. ഇനിയാണെങ്കിലും റിട്ടയർമെന്റ് കാലത്തിനെ പറ്റിയൊക്കെ ബിന്ദു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഭംഗിയായിട്ട് നടത്താൻ ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നല്ല സമാധാനപരവും സന്തോഷമായിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ജീവിതമൊക്കെ ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബിന്ദുവിന് എല്ലാവിധ ആശംസകളും. സാർ. ഓക്കെ സാറേ, പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഇത് തന്നെ ഇന്നത്തെ പ്രോഗ്രാമിന് ആസ് യൂഷ്വൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെ കൃത്യമായി ഇത് ഓർഗനൈസ് ചെയ്ത് എല്ലാവരെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയും 12 പേരെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയും അതുമായിട്ട് അനുബന്ധമായിട്ട് സംസാരിക്കാനായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുകയും അത് വളരെ കൃത്യമായും എഫക്റ്റീവായിട്ട് നടത്തുന്ന അത് മോണിറ്റർ ചെയ്യുന്ന ജോഷി സാറിന് അത് തന്നെ നമ്മുടെ ഒരു വലിയൊരു അഭിനന്ദനം. അത് തുടർന്നു പോകുന്നത് തീർച്ചയായിട്ടും ആവശ്യമാണ്. നമുക്കിനി നമ്മുടെ എല്ലാവരും തന്നെ സംസാരിച്ചു തരുന്നവരെ അതൊരു ഓരോ മാസം തുടരുന്നത് വലിയ അത്യാവശ്യമുള്ള കാര്യമാണ്. അടുത്ത മാസം ഈ പറഞ്ഞ പോലെ 30-ാം തീയതി ആണല്ലോ പിന്നെ ബാസാറിൻ്റെ മകൻ്റെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് ഒരു പക്ഷേ ഒരാഴ്ച നമുക്ക് നേരത്തെ ആക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഞാൻ ഈ ബിന്ദുജിയുടെ ഇന്നത്തെ അവതരണത്തിലേക്ക് വരാം. ബിന്ദുജി ആദ്യം തന്നെ ഒരു പ്രസന്റ് ചെയ്ത കാര്യങ്ങളിൽ എനിക്കൊന്ന് നമ്മുടെ ഉള്ളിൽ ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും ഈ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ് തോന്നുന്നു. നമ്മൾ ഈ ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു റൂറൽ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വളരെ രസകരമായ ഒരു ജീവിത സാഹചര്യമായിരുന്നു നമുക്ക് അന്നൊക്കെ നിലനിർത്തുന്നത്. ഈ പറഞ്ഞ പോലെ പഴയ ഓടിട്ട വീടും വലിയ മുറ്റവും അങ്ങനെ ഉള്ള ഒരു ഈ പറഞ്ഞ പോലെ ധാരാളം വയലുകളും തൊടികളും ഒക്കെയുള്ള ഒരു അന്തരീക്ഷത്തിലായിരിക്കും നമ്മളിൽ വളരെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ബാല്യകാലം ചെലവിട്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ബിന്ദുജിയുടെ ആ ഒരു വർണ്ണന അല്ലെങ്കിൽ ആ ഒരു അവതരണം നമുക്കതിനെ തീർച്ചയായിട്ടും നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഓണാട്ട് ചിറയാണ് ഓച്ചിറ എന്നുള്ളത് പുതിയൊരു അറിവാണ്. ഏതായാലും ആ ക്ഷേത്രത്തെ പറ്റിയും അതിൻ്റെ ആ സാഹചര്യത്തെ പറ്റിയും അവിടുത്തെ ചുറ്റുവട്ടത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ ബിന്ദുജിയുടെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വളരെ നന്നായിരുന്നു. പിന്നെ ജീവിതത്തിൽ വളരെ അപ്സ് ആൻഡ് ഡൗൺസ് സ്വാഭാവികമാണ്. എന്നാലും എല്ലാവർക്കും അവരുടെ സ്വന്തം ജീവിതത്തിൽ വലിയ വിഷമങ്ങളും അതുപോലെ തന്നെ സന്തോഷങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ബിന്ദുജിയുടെ കാര്യങ്ങൾ ബിന്ദുജി വളരെ കൃത്യമായി അവതരിപ്പിച്ചു. വളരെ പൊരുതി പ്രത്യേകിച്ച് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ഇങ്ങനെ വേർപാടുകൾ അനുഭവിക്കേണ്ടി വന്നതിനെ പറ്റി ഉള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ആ കാര്യങ്ങൾ ബിന്ദുജി അവതരിപ്പിച്ചത്. പിന്നെ ബിന്ദുജിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടി വരിക അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ആ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്നിപ്പോൾ അത് തിരിഞ്ഞു നോക്കുമ്പം ഒരു പക്ഷേ അത് വളരെ അത്രയും വേദനിപ്പിക്കുന്നതായിരിക്കുന്നില്ലെങ്കിലും ആ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏതായാലും അതിനെ വളരെ പൊരുതി ജീവിതത്തിനോട് വളരെ പൊരുതി സാഹചര്യങ്ങളോട് പൊരുതി ശക്തമായി അതിനെ നേരിടാനായിട്ട് ബിന്ദുജിക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ളതാണ്. മറ്റുള്ളവർക്ക് പ്രചോദനം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടാണ്. അപ്പൊ ഇനി ഇതുവരെ ഇപ്പൊ മകന്റെ വിവാഹം കഴിഞ്ഞ ഒരാളുടെ മകൻ കല്യാണം കൂടെ നടക്കാനുണ്ട്, റിട്ടയർമെന്റിലേക്ക് എത്തുന്നു. ഓൾറെഡി റിട്ടയർമെന്റ് പ്ലാനുകളെ പറ്റി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബാംഗ്ലൂർക്ക് പോകണോ അതല്ലേ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ എന്നുള്ളതിനെ പറ്റിയൊക്കെ. ഏതായാലും നല്ലൊരു റിട്ടയർമെന്റ് ജീവിതമായിരിക്കട്ടെ. നല്ലൊരു പറഞ്ഞാൽ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള
വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല, വളരെ നമ്മളെ എൻഗേജ്ഡ് ആക്കുക. പക്ഷെ എന്നാൽ അനാവശ്യമായ തിരക്കുകളിലേക്ക് പോകാതെ ഈ റിട്ടയർമെന്റ് ജീവിതത്തിൽ നമ്മളൊരു പുതിയൊരു ആക്ടിവിറ്റിയിലേക്ക് ഇൻവോൾവ് ചെയ്യുമ്പോൾ അത് നമ്മളെ കൊണ്ട് പോകാതെ നോക്കണം. നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വേണ്ടത്ര എൻഗേജ്മെന്റുകൾ മാത്രമാകുകയും അത് നമുക്ക് പൂർണ്ണമായ സന്തോഷം തരികയും അനാവശ്യമായ ടെൻഷൻ തരാതിരിക്കുകയും ചെയ്യുന്ന ഒരു എൻഗേജ്മെന്റുകളായിരിക്കും ഏറ്റവും അഭികാമ്യം, പ്രത്യേകിച്ച് റിട്ടയർമെന്റ് ലൈഫിൽ ഏറ്റവും അഭികാമ്യം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിനനുസരിച്ചുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരികയും എന്നാൽ ടെൻഷൻ തരാതിരിക്കുകയും എന്നാൽ നമ്മളെ റീസണബിൾ ആയിട്ട് എൻഗേജ് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഇപ്പം ബിന്ദുജി പറഞ്ഞ പോലെ ഇനി മക്കളുടെ വിവാഹത്തിന് ശേഷം അവരുടെ കുടുംബത്തിൽ അവരുടെ പേരക്കുട്ടികളുടെ കാര്യത്തിലൊക്കെ കുറെ കൂടെ സമയമൊക്കെ ചിലവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും അതിന്റെ ഒരു സന്തോഷം ഒരിക്കലും നമുക്ക് മറ്റു രീതിയിൽ എന്താ ഒരു കമ്പയറബിളേ അല്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുക, എന്നാൽ നമ്മുടെ ജീവിതം വളരെ യൂസ്ഫുൾ ആയിട്ട് മീനിങ് ആയിട്ട് എൻഗേജ് ആയിട്ടിരിക്കുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി ബിന്ദുജിയുടെ ഈ അവതരണത്തിന് വളരെ നന്ദി, അഭിനന്ദനങ്ങൾ. അത് എല്ലാവർക്കും പ്രചോദനമാകും. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തരണം ചെയ്യാൻ ബിന്ദുജിയുടെ സധൈര്യം ഉള്ള ഒരു യാത്ര, ഇതുവരെയുള്ള യാത്ര എല്ലാവർക്കും ഒരു മാതൃകയാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബിന്ദുജിക്കും കുടുംബത്തിനും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇതിനെ ബിന്ദുജി ഇൻട്രൊഡ്യൂസ് ചെയ്ത രജനിമാവും അതുപോലെ തന്നെ അരുൺജി ആദ്യ പ്രതികരണം നടത്തിയ അരുൺജിക്കും ഒരിക്കൽ കൂടി ജോഷ് സാറിന് ഇന്ന് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. വളരെ വളരെ നന്നായിരിക്കുന്നു സാർ. ഓക്കെ, ഇനി പിന്നെ നമ്മുടെ പുതിയ അനിത ഉണ്ടോ ഇതിനകത്ത്? അനിത ഹരികൃഷ്ണൻ. എനിക്ക് പനിയാന്ന് തോന്നുന്നു, ഇങ്ങനെ വന്നിട്ടില്ല. പനി ജലദോഷം യാത്ര ചെയ്തിട്ട് ജലദോഷ പനിയാണ് ഒന്ന് കാണുന്നു. ഓക്കെ 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 ചന്ദ്രിക മാം ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ഇല്ല. ഓക്കെ, ഉണ്ട്. അല്ല, ഞാൻ കോട്ടയത്തിന്റെ ഇടയ്ക്ക് അവർ വിട്ടുപോയോ എന്നൊരു സംശയം. അപ്പൊ നമ്മുടെ കോട്ടയത്ത് നിന്ന് ഇനിയും രമ്യാജി ഉണ്ട്. രമ്യാജി ജയശ്രീ കയറിയിട്ടുണ്ടോ? ഇല്ല. രമ്യാജി. ഞാൻ വീഡിയോ ഓണാക്കാൻ പറ്റാത്ത സാഹചര്യമായോണ്ട് വീഡിയോ ഓണാക്കുന്നില്ല. പറഞ്ഞു. ഓക്കെ. പുണർന്നവയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി പറയുന്നു. ഈ പരിപാടി ഇത്ര ഭംഗിയായി കൃത്യതയോടുകൂടി കൊണ്ടുപോയ ജോഷി സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ബിന്ദുജി ഓരോ വർഷവും ഓരോ കാലഘട്ടവും വ്യക്തമായി അവതരിപ്പിച്ചു. നല്ലൊരു കഥ കേൾക്കുന്ന പോലെ ഞാനത് കേട്ടിരുന്നു. കൂട്ടുകാരെയും സഹായിച്ചവരെയും പ്രത്യേകം ബിന്ദുജി ഓർത്തെടുത്ത് പറഞ്ഞു. സങ്കീർണമാകേണ്ടിയിരുന്ന ജീവിതത്തെ പൊരുതി ധൈര്യത്തോടെ മുന്നേറിയ ബിന്ദുജിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബിന്ദുജി. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഈ കോട്ടയം വരെ ഉള്ളവരാ വടക്കോട്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ലെന്നുള്ള വിചാരത്തിൽ നമ്മൾ ആലപ്പുഴയിലേക്ക് പോകുന്നു. ഈ ഇത്തവണത്തെ ആളിനെ അത് നേരെ ധൈര്യമായിട്ട് പറയാൻ അംബികാജി ധൈര്യം കാണിച്ചില്ല. ഞാൻ പേഴ്സണലായിട്ട് അയക്കാൻ പറഞ്ഞപ്പോൾ അയച്ചില്ല. എങ്കിലും ഏതോ ഒരു ചർച്ചയ്ക്കിടയിൽ ഇത് ഒരു പക്ഷേ ബിന്ദുവാണ് എന്നൊന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഉറപ്പിച്ച് പറയാനുള്ള ധൈര്യം ഉണ്ടായുമില്ല. ഓക്കെ, അംബികാജിയെ സദയം ക്ഷണിക്കുന്നു. പിന്നെ സാറിന്റെ ആ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിരുന്നു ബിന്ദു ആയിരിക്കും എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അതാണ് ഞാൻ അന്നേരം സൂചിപ്പിച്ചത്. പിന്നെന്തോ അത് വിട്ടുപോയി തിരക്കിനിടയ്ക്ക്. അപ്പൊ ബിന്ദുജിയുടെ സുഹൃത്തിനെ കേൾക്കാം എന്നുള്ള ഈ പരിപാടി വളരെ നന്നായിരുന്നു. ബിന്ദുജിയെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മളെല്ലാ കൂടുതൽ പെൺമക്കൾക്കും അച്ഛനോടായിരിക്കും കൂടുതൽ ഇഷ്ടം. കാരണം നമ്മുടെ ജീവിതത്തെ ഇതുപോലെ നല്ല രീതിയിലാക്കാൻ അവർ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. അത് സമ്പത്തല്ല, അവർ തന്നിരിക്കുന്ന ജീവിതത്തിലെ മൂല്യങ്ങളാണ്. നമ്മളിപ്പോ ഇതേപോലെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തെ ഇങ്ങനെ തരണം ചെയ്യാൻ നമുക്ക് പ്രാപ്തി ഉണ്ടായത് അവർ തന്നിരിക്കുന്ന ആ ഒരു നല്ല മൂല്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ഈ പുണർന്നവയിലെ എല്ലാ അച്ഛന്മാർക്കും ഞാൻ ഒരു പ്രത്യേക
നന്ദി പറയുകയാണ്. അച്ഛന്മാര് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന റോളാണുള്ളത്. പിന്നെ ബിന്ദുജിയെ കാണുമ്പോൾ മുതൽ ഞാൻ ആലോചിക്കുന്ന ഈ ഒരേ ഒരു കാര്യം ഇതായിരുന്നു. ബിന്ദുജി കുറേ കാലം പിന്നെ വീട്ടുജോലിയും കുഞ്ഞുങ്ങളെ നോക്കുകയൊക്കെ അങ്ങനെ ജീവിച്ചിരുന്ന ഒരു ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു ഓഫീസ് ജീവിതത്തിലേക്ക് വരുമ്പോ ബിന്ദുജി ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ ബിന്ദുജി കാണുമ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഇങ്ങനെ എങ്ങനെ ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ പുതിയ കാര്യങ്ങൾ, ഓഫീസ് കാര്യങ്ങളാവുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കാനുണ്ട്. അതൊക്കെ ബിന്ദുജി വളരെ നല്ല, ഇപ്പൊ ഒരു നല്ല ഒരു ക്ലർക്കായി മാറി ബിന്ദുജി. അപ്പൊ അതിന്റെ പിന്നിലെ ആ എഫേർട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ബിന്ദുജിയെ കാണുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്നത് അതായിരുന്നു. പിന്നെന്താ, പിന്നെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ഇല്ലായ്മകളൊക്കെ ഉണ്ടെങ്കിലും ഭഗവാൻ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ അതുമായി ഈ അനുഗ്രഹങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോ ഇല്ലായ്മകൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പൊ എപ്പോഴും നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ നമുക്ക് ജീവിതം വളരെ സന്തോഷിക്കാനായിട്ട് പറ്റും. നമുക്ക് ജോലിയുണ്ട്, സമ്പത്തുണ്ട്, നല്ല കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്, വീടുണ്ട്, അങ്ങനെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇല്ലായ്മകളൊന്നും വലിയ കാര്യങ്ങളല്ല എന്ന് ചിന്തിക്കുക. അതുപോലെ പിന്നെ എനിക്ക് ബിന്ദുജിയോട് പറയാനുള്ളത്, എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, പിന്നെ ഈ റിട്ടയർമെന്റ് ലൈഫ് ബിന്ദുജിയുടെ വീട്ടിലും നാട്ടിലും പുനർനവയിലും ഒക്കെ ആയിട്ട് അങ്ങ് ജീവിക്കുക. കുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ട വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. അവരെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി കാണുക, അവരുടെ കൂടെ കുറച്ച് നാളൊക്കെ നിൽക്കുക. അപ്പൊ എപ്പോഴും നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും ജീവിക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷം തരുന്നത് എന്ന എൻ്റെ ഒരു റിക്വസ്റ്റ് ബിന്ദുജിയോട് പറയുകയാണ്. അപ്പൊ ഇത്രക്കേ ഉള്ളൂ. നന്ദി, എല്ലാവർക്കും നന്ദി. ഇത് അവതരിപ്പിക്കാൻ എല്ലാവരെയും സഹായിക്കുന്ന, ഇതൊക്കെ എഴുതാനും ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കാനും സഹായിക്കുന്ന ജോഷി സാറിന് വളരെ വളരെ നന്ദി. ഓക്കെ താങ്ക് യു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട രാഗം കുടുംബം. പുനർനവയിലെ എല്ലാ സഹോദരന്മാർക്കും നമസ്കാരം. സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെണ്ടുലമാടുന്നു. ജീവിതം ഇത് ജീവിതം. ദുഃഖത്തിൽ നിന്ന് സുഖത്തിലേക്കാണോ, സുഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്കാണോ എന്ന് പറയാൻ പറ്റില്ല. ചെറുതിലെ കുറെ സുഖം അനുഭവിച്ചു, ചെറുപ്രായത്തിലെ പ്രാരാബ്ധം തോളിലേറ്റി. പക്ഷെ ഓരോ ഘട്ടത്തിലും ബിന്ദു കാണിച്ച വിപരീത ധൈര്യം ബിന്ദുവിന് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രചോദനമാണ്. ബിന്ദുവിന്റെ നമുക്ക് ഈ വിശ്വസിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ ഗുരുവായൂരപ്പൻ, ഞാനും ഭക്തയാണ്. അത് നമുക്ക് ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ട തോന്നലുകൾ വരും. എല്ലാ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് അമ്പു പറഞ്ഞ പോലെ നമ്മളുള്ള വിശ്വാസം, നമ്മളെ അമ്പു പറയുന്ന നമുക്കൊരു സ്ട്രോങ് നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ടെന്ന തോന്നലാണ് നമുക്ക് നമ്മളെ നയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അമ്പുവിന് ബ്രഹ്മകുമാരി സ്വയം കിട്ടി. ബിന്ദു അതുപോലെ തന്നെ ബിന്ദുവിന് സ്കൂളുകളിലേക്കാൾ നല്ല ഓഫീസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സ്കൂളിലാവുമ്പോൾ പല പല ആൾക്കാർ, ടീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ബില്ല് വിട്ടുതരാൻ വേണ്ടിയിട്ട് ഒരു സാർ സമ്മതിച്ചില്ലെന്ന്. അപ്പൊ അതൊക്കെ ഒരു മുഷ്കത്തരം ചില സാർമാർക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ ഒരു പവർ പോയി ഒരു ക്ലർക്ക് വന്നതോടുകൂടി. പക്ഷെ ഒരു ഓഫീസ് സ്റ്റാഫ് ആകുമ്പോൾ ആ ഓഫീസിലുള്ളവർക്ക് നല്ലൊരു ഓഫീസിലുള്ള ഒരു കെട്ടുറപ്പും ആ ഒരു സ്നേഹ പരിലാളനകൾ നമുക്ക് കിട്ടും. എന്തായാലും ബിന്ദു കടന്നു വന്ന വഴികൾ കഠിനമാണ്. ബിന്ദുവിനെ പോലെ ഒരാള് സത്യം പറഞ്ഞ ഈ പറഞ്ഞ ബിന്ദുവിനെ കാണുമ്പോൾ ഇതെങ്ങനെ ഇത്ര ഉൾക്കൊണ്ട് മുന്നോട്ട് വന്നു എന്നുള്ള അതൊക്കെ ആ സമയത്താണ്. പിന്നെ അതുപോലെ പിന്നെ ഒരു കാര്യം ഞാൻ ഒരു പ്രത്യേകം പറയാൻ വെച്ചാല്, ചില ആൾക്കാരുണ്ട് അച്ഛന്റെ ജോലി വെച്ചേക്കാം, മക്കള് വലുതാകുമ്പോൾ അവർക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കും. അത് നന്നായി, അത് മാറി നിൽക്കാൻ. അതുകൊണ്ട് ബിന്ദുവിന്റെ ലൈഫ് സെറ്റിലായി. മക്കള് പഠിച്ചു വന്നോട്ടെ, എല്ലാവരും ഇങ്ങനെ കാത്തു വെക്കും. ഡൈ ഹാർനസ് മക്കൾക്ക് വെച്ചേക്കാം, ഞാനിവിടെ കഴിഞ്ഞോളാം, ഞാൻ പെൻഷൻ വാങ്ങി ജീവിച്ചോളാം. പക്ഷെ അതല്ല, ആ തീരുമാനം വളരെ ഉചിതമായി. അതുകൊണ്ട് തന്നെ ബിന്ദുവിന് ഇപ്പോൾ നല്ല സെറ്റപ്പായി.
ഇനി അങ്ങോട്ട് ഇനി ഒരു ഉയർച്ച വരാൻ കിടക്കുന്നതേ ഉള്ളൂ. കുഞ്ഞുമാവ വലുതായി വരുമ്പോഴും അതുപോലെ തന്നെ പിന്നെ മോന്റെ കല്യാണം, ഇനി കുറെ കാര്യങ്ങൾ ഒത്തിരി നടക്കാനുണ്ട്. അമ്മ പറഞ്ഞ പോലെ ബാംഗ്ലൂർ സെറ്റിൽ ആവണ്ട, നമ്മുടെ ആയിട്ട് നിൽക്കുക, ഇടയ്ക്കിടയ്ക്ക് മക്കളെ വിസിറ്റ് ചെയ്യുക. അവര് നമ്മളെ വന്ന് കണ്ടോട്ടെ. ഇന്നലെ ആരോ ഇട്ടല്ലോ, മക്കളെ വന്ന് നമ്മളെ കാണട്ടെ, നമ്മൾ പോയി നിൽക്കണ്ട. ബിന്ദുവിന് പെൻഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള എല്ലാ നന്മകളും ദൈവം തരട്ടെ. ജോഷി സാറിന് പ്രത്യേക ഹാറ്റ്സ് ഓഫ് ആണ്. ഇതുപോലെയുള്ള ആൾക്കാരെ നമ്മൾ ഓരോരുത്തരെ മുന്നോട്ട് വരുത്തി അവരുടെ ജീവിത കഥകൾ ഇങ്ങനെ അവതരിപ്പിക്കാൻ ജോഷി സാർ നിൽക്കുന്ന ഒത്തോട്ട് ചില്ലറയൊന്നും അല്ല. എല്ലാ നന്മകളും നേരുന്നു. ബിന്ദുവിനും നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും പ്രചോദനമായ ഈ അവതരണം നന്നായിരിക്കട്ടെ. ചെറുപ്പകാലത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി അവതരിപ്പിച്ചു. എനിക്കിവിടെ പാഠം തോടൊന്നും ഇല്ല എന്ന് പോലും നമുക്ക് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാം. നമ്മൾ റോഡ് സൈഡിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന ടൗണിലെ സ്കൂളിലായിരുന്നു. എന്നാൽ പോലും എനിക്ക് അതൊക്കെ ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടാവുകൊണ്ട് അതൊക്കെ എനിക്ക് ആസ്വദിക്കാൻ പറ്റി. നല്ലൊരു അവതരണമായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ബിന്ദു. എല്ലാ നന്മകളും ഭാവിയിലും ഉണ്ടാവട്ടെ. ജോർജ് സാറിന് പ്രത്യേക ഹാറ്റ്സ് ഓഫ്. ബൈ. ഓക്കെ, വളരെ നല്ല കോംപ്ലിമെന്റ് പിന്നെ രവിചേട്ടനോട് പറയാം. എല്ലാവർക്കും നമസ്കാരം. ഒരു വർഷമായി നമ്മൾ ഈ സുഹൃത്തിനെ കേൾക്കാം എന്നുള്ള പരിപാടി കേട്ട് വരികയാണ് എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച. അപ്പോൾ ഇത് അവതരിപ്പിക്കാൻ മുൻകൈ എടുക്കുന്ന നമ്മുടെ ജോഷി സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ ബിന്ദുജിയുടെ അവതരണം വളരെ ഭംഗിയായി, എല്ലാം ജീവിത അനുഭവങ്ങൾ വളരെ നന്നായിട്ട് അവതരിപ്പിക്കാൻ ബിന്ദുജിക്ക് സാധിച്ചു. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും മിശ്രിതമാണ്. അപ്പോൾ അത് സുഖം വരും, പിന്നെ ദുഃഖം വരും, പിന്നെ സുഖം വരും, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിനെയൊക്കെ തരണം ചെയ്ത് പോവുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പോൾ അത് ബിന്ദുജി എല്ലാവർക്കും ഒരു മാതൃകയായി സന്തോഷകരമായും സങ്കടങ്ങളിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ ബിന്ദുജിക്ക് വളരെ നന്നായി ജീവിച്ചു പോകാൻ ഈശ്വരൻ സഹായിച്ചിട്ടുണ്ട്. ഈശ്വരവിശ്വാസിയായ ബിന്ദുജിക്ക് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. റിട്ടയർഡ് ജീവിതം ഇനിയുണ്ട്, സമയമുണ്ട്, എന്നാലും നേരത്തെ ആലോചിച്ച് വേണ്ട പോലെ നല്ലൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, വെരി ഗുഡ്. ബേബിച്ചൻ പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഇപ്പൊ പറയാം. ഉണ്ടോ ബേബിച്ചാനുണ്ടോ? പറയൂ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ ജോഷി സാറിന് പ്രത്യേക നന്ദി പറയുന്നു. കാരണം ഈ ഒരു വർഷമായിട്ട് ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം നടത്തുന്നതിന് സാറ് എടുക്കുന്ന റിസ്ക് ഭയങ്കര പ്രശംസനീയമാണ്. സാറിനെ എത്ര നമ്മൾ അഭിനന്ദിച്ചാലും പറ്റുക. കാരണം ആരോഗ്യ പരിമിതികൾക്കിടയിൽ സാറ് എല്ലാവരെയും നമ്മുടെ നേഴ്സറി പിള്ളേരെ നയിക്കുന്നത് കണക്കാണ്. വേറെ ഓരോ കാര്യങ്ങൾ തെറ്റുകുറ്റങ്ങളൊക്കെ വരുമ്പം അത് നമുക്ക് പറഞ്ഞു തരികയും അത് തിരുത്തുകയും വേണ്ട രീതിയിൽ നമ്മളെ അത് എങ്ങനെ ചെയ്യണമെന്നൊക്കെ സാറ് പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് പ്രത്യേക ഒരു ദൈവാനുഗ്രഹം കൂടിയാണ്. സാറിനെ പ്രത്യേകമായിട്ട് ഈ സമയത്ത് അനുസ്മരിക്കുന്നു. സാറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബിന്ദുജി ധീര വനിതയാണ്. കാരണം ജീവിതം ജീവിക്കാനുള്ളതാണ്, അത് ജീവിച്ച് തന്നെ അർത്ഥമുള്ളതാക്കണം. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമുക്ക് ഈ ബിന്ദുജിയിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ചെറുപ്പകാലങ്ങളിൽ തൊട്ട് ഇപ്പോഴുള്ള കാലം വരെയുള്ള കാര്യങ്ങൾ നമ്മളെ നല്ല അവതരണമായി നല്ലപോലെ അവതരിപ്പിച്ച് നമ്മളെ മനസ്സിലാക്കി തന്നു. അപ്പം സ്കൂളിൽ പഠിച്ച കാലത്തെ അങ്ങനെ ഞാൻ ഈ സ്കൂളിൽ പഠിച്ച കാലത്തെ ഈ നമ്മളെ ഈ എള്ള് കൃഷി ചെയ്യുന്ന സ്ഥലം ഞാൻ മാവേലിക്കലെ എനിക്ക് ഒരു മെഷീൻ ഉണ്ടായി, ഈ ട്രില്ലർ എന്ന് പറഞ്ഞ ഇത്. അപ്പൊ എന്റെ അളിയന്റെ കൂടെ ഞാൻ അവിടെ കൊണ്ടുവന്ന് ട്രില്ലറൊക്കെ ഈ ഉഴാൻ കൊണ്ടുവന്നപ്പോ അവിടെ ഈ എള്ള് ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്നതും അതിങ്ങനെ വിളഞ്ഞു കഴിയുമ്പോൾ അതിങ്ങനെ പൊട്ടി അതിന്റെ അരി പുറത്ത് കാണും. എള്ള് തിന്നല്ല. ഞാൻ അവിടെ കുറെ ദിവസം അവിടെ താമസിച്ചിരുന്ന അവിടെ അങ്ങനെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്കൂൾ ജീവിതങ്ങൾ പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ വീട് എനിക്ക് ഈ കഴിഞ്ഞ വർഷം എന്റെ വീട് പണിത് അപ്പൊ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായി. അപ്പൊ ആ ഒരു നാഥനില്ലാത്ത ഭർത്താവില്ലാത്ത സമയത്ത് ഈ 2 കുട്ടികളും ബാംഗ്ലൂരിലാണ്. ആ സമയത്ത് ഈ വീടൊക്കെ പണിത് അതൊന്ന് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്, വലിയ എഫർട്ടാണ്.
അതിലൊക്കെ ഞാൻ ബിന്ദുജിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പിന്നെ കൂടാതെ അപ്പന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ക്യാൻസർ വന്ന് സുഖപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ വിരളമാണ്. അപ്പം ബിന്ദുജിയുടെ അച്ഛന് ഇത് ക്യാൻസർ വന്ന് സുഖപ്പെടുന്ന പറഞ്ഞാൽ ഒത്തിരി ദൈവാനുഗ്രഹം. ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ ഇപ്പം മൂത്ത മകന്റെ കല്യാണം കഴിഞ്ഞു, ഇളയ മകന്റെ കല്യാണത്തിന് വേണ്ടി എല്ലാവരും അതെല്ലാം നന്നായി നടക്കട്ടെ. പിന്നെ മുന്നോട്ടുള്ള ജീവിതം എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ പുനർനവയിലുള്ള എല്ലാവരുടെയും സപ്പോർട്ട് ബിന്ദുജിക്ക് ഉണ്ടാകും. മുന്നോട്ടുള്ള ആ കാൽവയ്പ്പുകളെല്ലാം നന്നായിട്ട് നടക്കട്ടെ. ജീവിതം സുഖമുള്ളതായിരിക്കട്ടെ, സന്തോഷപ്രദമായിരിക്കട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, ബേബിച്ചാനും ഒക്കെ നല്ല പ്രഭാഷകരായി മാറിക്കഴിഞ്ഞു. നേരത്തെ അവതരിപ്പിച്ചതുകൊണ്ട് എൻ്റെ പിന്നിൽ നടന്ന കഥകളെല്ലാം ബേബിച്ചാൻ ഓർത്തെടുക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഇതിൻ്റെ പിന്നിലെ ആ അധ്വാനം വളരെ വലുതാണെന്ന് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ലൂസിയമ്മ ചേച്ചിയെ അവസാനത്തേക്ക് വയ്ക്കുന്നു. ജ്യോതി ടീച്ചർ. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇത് വരുന്നുണ്ട്, എനിക്ക് കയറാനായിട്ട് ബുദ്ധിമുട്ടുകൾ വരുന്നു. എങ്കിലും ഇപ്പം ബിന്ദുജിയുടെ ജീവിതാനുഭവങ്ങൾ കേട്ടു. എല്ലാവരും സംസാരിക്കുന്നതും കേട്ടു. ഇപ്പൊ നമുക്ക് സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമേ നാരായണ ജയ എന്ന് പറയുന്നത് പോലെ ഓരോ സുഖങ്ങൾക്കും ഓരോ ദുഃഖങ്ങളും അതിന്റെ പുറകിൽ ഉണ്ടാകും. ചെറിയ ദുഃഖങ്ങളിലൂടെയാണ് ഇപ്പം ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മയുടെ നേരെ സഹോദരൻ അന്വേഷിച്ചു. അപ്പം അമ്മയോട് പറയാനുള്ള സാഹചര്യം ഇല്ല, അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നത് കാരണം. അതിന്റെയൊക്കെ വിഷമത്തിൽ സൗണ്ട് കുറവാണ്. കേൾക്കുന്നില്ലേ സാറേ? ഇല്ല, ഫോൺ വളരെ അടുപ്പിച്ച് പിടിക്കണം. റേഞ്ചിന്റെ പ്രശ്നമാണ്. എല്ലാവർക്കും നമസ്കാരം. അല്ല, അവിടെ ഒന്നും പറയണ്ട, അവസാന ഭാഗത്തേക്ക് പറഞ്ഞു. കേൾക്കുന്നുണ്ട്, പയ്യാന്നേ ഉള്ളൂ. ഇത് കേട്ടു, അവതരണം കേട്ടു, നല്ല അവതരണം. ബിന്ദുജിയുടെ ആഗ്രഹങ്ങൾ പോലെ ഇനിയും ജീവിതം മുന്നോട്ട് പോകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതിന് ഞങ്ങളെ തയ്യാറാക്കുന്ന ജോഷ് സാറിന് ഒരുപാട് നന്ദി. അതുപോലെ സാറിന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഓക്കെ. ഇനി ആലപ്പുഴയിൽ നിന്ന് ഞാൻ മാത്രമല്ലേ ബാക്കിയുള്ളൂ. ഓക്കെ, ഞാൻ ഒറ്റ വാക്കിൽ ഞാൻ അങ്ങേയറ്റം കൃതാർത്ഥനാണ്. ഇടയ്ക്ക് വെച്ച് എനിക്ക് തന്നെ ബിന്ദുജിയുടെ ഒരുപാട് കാര്യങ്ങൾ സമ്മർദ്ദപ്പെടുത്താനായിട്ട് വിഷമം തോന്നി. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്നറിയാം ഈ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞ്. എങ്കിലും ഒരു മാസത്തിലേറെയായി ഞങ്ങൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കേട്ട് എല്ലാം ചെയ്തത് കൊണ്ടാണ് ഗംഭീരമായതെന്ന് ഞാൻ അതിനെ ഒരു വിലയിരുത്തൽ. തീർച്ചയായിട്ടും നന്നായിരിക്കുന്നു കേട്ടോ. നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെല്ലാം അങ്ങനെ ഭവിക്കട്ടെ, തുടർന്നുള്ള നല്ല കാര്യങ്ങളും ഭവിക്കട്ടെ. ഈ 12ാമത്തെ ക്ലാസ് എന്നുള്ള നിലയിൽ ഇത് വളരെ ഗംഭീരമായി. ഞാൻ തുടക്കത്തിൽ ആഗ്രഹിച്ചതിനേക്കാൾ ഒരുപാട് മെച്ചത്തിലേക്ക് ഇതെത്തി എന്നുള്ളതിൽ എനിക്കറിയാം. ഇനി ഒരാൾ നേതൃത്വം ഇല്ലെങ്കിൽ പോലും ഇത് മുന്നോട്ട് പോകും. അതുകൊണ്ട് ഞാനൊരു 2 കൂടിയാണ് എൻ്റെ മനസ്സിൽ കരുതി വെച്ചിരുന്നത്. അന്നും ഞാൻ ഏറ്റത് ഈ ഡിസംബർ വരെ ഉള്ളതാണ്. അപ്പോൾ അതിലേക്ക് അടുത്ത ഒരാളിനെ ഒരുക്കിക്കൊണ്ട് വരണം നേതൃത്വത്തിലേക്ക് എന്നുള്ളതും കൂടെ ആനുഷംഗികമായി ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പറഞ്ഞു വെക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇനിയും കൊല്ലത്ത് ബാക്കി നിൽക്കുന്ന 2 ആളുകളുണ്ട്, അവരിലേക്ക് നമ്മൾ പോകുന്നു. സുനിത ജി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അത് ഞാൻ ഈ പ്രോഗ്രാം കോർഡിനേറ്ററായ ജോഷി സാറിന് ഒരു ബിഗ് സല്യൂട്ട്. ഞാൻ ബിന്ദുജിയുടെ അവതരണം വളരെ നന്നായിരുന്നു.
എനിക്ക് ബിന്ദുജിയെ സാധക സമാജത്തിൽ വെച്ചേ അറിയാം. നമ്മൾ കുറച്ച് പ്രോഗ്രാം ഒക്കെ അവിടെ വെച്ച് തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം പിന്നെ ഞാൻ ബിന്ദുജിയെ കാണുന്നത് എപ്പോഴും ചിരിക്കാത്ത ഒരു വ്യക്തി എന്ന അതേ കണക്കായിരുന്നു എനിക്ക് ആദ്യം കാണുമ്പോൾ ബിന്ദുജിയെ തോന്നിയത്, ആദ്യത്തെ ഗെറ്റ് ടുഗദറിനൊക്കെ. പിന്നെ ആലുവയിലൊക്കെ വെച്ച് ബിന്ദുജി വളരെ എന്നാലും ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു സ്വഭാവം ഇപ്പോഴും ഉണ്ട്. എന്നാലും ഇപ്പം വളരെ മാറിയിട്ടുണ്ട് ആള്. ഞാൻ ലിജിയോടൊപ്പം ബിന്ദുജിയുടെ കൊട്ടാരം സന്ദർശിച്ചു. എനിക്ക് വളരെ ഒരു ആഗ്രഹമായിരുന്നു ബിന്ദുജിയുടെ കൊട്ടാരം ഒന്ന് കാണണമെന്ന്. അപ്പൊ ഞാൻ ലിജിയോടൊപ്പം വന്ന് മോനും ഒക്കെ ആയിട്ട് വന്ന് ബിന്ദുജിയെ കണ്ടു. പിന്നെ ബിന്ദുജിയുടെ ഗ്രാമത്തെ കുറിച്ചുള്ള വർണ്ണന, ഞാൻ ബിന്ദുജി എള്ളാണ് കണ്ടെങ്കിൽ ഞാൻ നെൽപ്പാടത്തിൽ കൂടെയാണ് യാത്ര ചെയ്തത്. പിന്നെ പറഞ്ഞത് അച്ഛനെ പറ്റി. അത് പെൺമക്കളുള്ള അച്ഛന്മാർ വളരെ ഭാഗ്യമുള്ളവരാണ് കേട്ടാ. എന്റെ അമ്മയാണ് എന്നെ വളർത്തിയെങ്കിലും എന്റെ അച്ഛനെയാണ് എനിക്ക് ഏറെ ഇഷ്ടം. പക്ഷെ അമ്മമാർക്ക് ഭയങ്കര കട്ട സപ്പോർട്ടാണ് ആൺപിള്ളേര്. പക്ഷെ പെൺമക്കളുള്ള അച്ഛന്മാര് വളരെ ഭാഗ്യമുള്ളവരാണ് കേട്ടാ. ഭയങ്കര സ്നേഹമാണ് പെൺപിള്ളേർക്ക്. പിന്നെ ആൺപിള്ളേരെ മക്കളെ കല്യാണം, അത് വളരെ ചെറുപ്രായത്തിലുള്ള കല്യാണം വളരെ ബുദ്ധിമുട്ടാണ്. ഞാനും ഒക്കെ അനുഭവിച്ചതാണ്. ഒരു 25 വയസ്സ് കഴിഞ്ഞ് മതി കല്യാണം. ആൺപിള്ളേർക്ക് ഒരു 30 വയസ്സ്. വളരെ നല്ല ആശയമാണ്. പിന്നെ പറഞ്ഞത് കൊല്ലം ജില്ലയുടെ ആകർഷണ കേന്ദ്രമായ ഓച്ചിറയെ പറ്റി പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ എന്താണ് പറഞ്ഞത്, റിട്ടയർമെന്റ് ലൈഫ്, അതും പിന്നെ ഗീതാജിയൊക്കെ പറഞ്ഞ കണക്ക് പിന്നെ നമ്മൾ മക്കളെ ഒന്നും ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. ഇടയ്ക്കൊക്കെ പോയി മക്കളെ കണ്ടാൽ മതി. ഓക്കെ ബിന്ദുജി, വളരെ നന്നായിരുന്നു. എല്ലാം നല്ല ജീവിതം കിട്ടട്ടെ. ഇനിയൊരു ദൈവത്തിനൊരു യൂണിറ്റി ഉണ്ട്. നമുക്ക് ഇടയ്ക്ക് നമുക്ക് സ്ട്രഗിൾ തന്നാലും ആഫ്റ്റർ നമ്മളിപ്പം വൈവാഹിക ജീവിതം കുറച്ച് സ്ട്രഗിൾ ആയിരുന്നാലും പിള്ളേർ നല്ല പിള്ളേരായിരിക്കും. ഓക്കെ, നന്നായി വരട്ടെ. താങ്ക് യു, എല്ലാവർക്കും നന്ദി. നിസാജി ഇരിപ്പുണ്ടോ? ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ. അപ്പം പുനർനവ കുടുംബത്തിലെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബിന്ദുജിയുടെ ഇന്നത്തെ സുഹൃത്ത് പ്രതീക്ഷിച്ചില്ലെങ്കിലും ബിന്ദുജിയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നി. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പ്രോഗ്രാം തന്നെ എല്ലാ മാസവും ഈ അവസാനത്തെ ഞായറാഴ്ച ഈ പ്രോഗ്രാം കേൾക്കാൻ തന്നെ വളരെ ആവേശകരമാണ്. എന്ന് വെച്ചാൽ ആരാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹവും. പിന്നെ സാധാരണ എന്ന് വെച്ചാൽ നമ്മൾ ഈ പുനർനവയിലെ എല്ലാവരെയും ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും ആരെക്കുറിച്ചും കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഇപ്പൊ ഇന്ന് തന്നെ ആ രജനി മാമിനെ കുറിച്ച് രജനിന്ന് കാണുമെങ്കിലും എന്താ ആരാ എന്നൊന്നും അറിയില്ല. അപ്പൊ അതൊക്കെ വിശദമായിട്ട് ഇങ്ങനെ ഇതിലൂടെ അറിയാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിന്ദുജി എന്ന് വെച്ചാൽ ബിന്ദു ചേച്ചിയെ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ സുനിത പറഞ്ഞ കണക്ക് ഞാനും ആലോചിക്കാറുണ്ട്. ഒന്നും മിണ്ടില്ല, സൈലന്റ് ആയിട്ട് ഇങ്ങനെ കണ്ടപ്പോഴെല്ലാം ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മൾ ആലുവയിലൊക്കെ ഒത്തിരി പാട്ട് പാടിക്കാനും ഒക്കെ നോക്കിയിട്ടൊന്നും നടന്നില്ല. അപ്പം ആ ഒരു ആള് ഇത്രയും ഒരു അവസ്ഥയിലൂടെ കടന്ന് ഇത്രയും ഒരു വിജയത്തിലെത്തിയത് സത്യം പറഞ്ഞ അഭിമാനിക്കാം. കാരണം എന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് ഒരു അമ്മയും അച്ഛനും കൂടി ചേർന്ന് നമ്മൾ മക്കളെ വളർത്തി എടുക്കാനായിട്ട് വളരെ ഒരു ബുദ്ധിമുട്ട് സാഹചര്യം ഇപ്പം. അവരൊക്കെ നേർവഴിയിലാകുന്നത് ഒക്കെ തന്നെ വളരെ അത്ഭുതം ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ബിന്ദു ചേച്ചി ആ 2 മക്കളെയും വളർത്തി അവർക്ക് നല്ല വിദ്യാഭ്യാസവും കൊടുത്ത് അവര് രണ്ടും നല്ല ഒരു ജോലികളിലും എത്തി. മൂത്ത മകനും അന്ന് നമ്മള് കൊല്ലത്തെ പരിപാടിയിൽ കണ്ടിരുന്നു. മൂത്ത മകനെയും മരുമകളെയും കണ്ട് അവരൊക്കെ എന്ത് നല്ല സ്നേഹത്തോടു കൂടി ബിന്ദു ചേച്ചിയോട് പെരുമാറുകയും അമ്മയെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു ഭാഗ്യമാണ് കിട്ടിയത്. പിന്നെ നമ്മുടെ ഒരു നമ്മുടെ കൂടെയുള്ള ആള് നഷ്ടപ്പെടുമ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈ ജീവിതത്തെ ഇത്രയും മുൻപോട്ട് കൊണ്ടുപോകുന്നതും പിന്നെ ആ ജോലിയിൽ പ്രവേശിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഓഫീസിലെ ജോലി സ്കൂളിലാണെന്ന് പറഞ്ഞപ്പോൾ സ്കൂളിലെ ക്ലറിക്കൽ ജോലി എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ അവിടെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും ഒന്നും വേറൊരു അഡ്മിനിസ്ട്രേഷൻ ഹെൽപ്പ് കിട്ടില്ല. കാര്യം എല്ലാം ടീച്ചേഴ്സാ, അവർക്കൊന്നും അറിയില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ബിന്ദു ചേച്ചി തന്നെ ഇത്രയും സ്റ്റാഫുകൾക്ക് സാലറി എടുക്കുകയും കാര്യങ്ങൾ ഒരുപാട് വർക്കുണ്ട് സ്കൂളിൽ, നല്ല ഉത്തരവാദിത്തപ്പെട്ട ജോലി. അപ്പൊ അതൊക്കെ ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്ന ആള് ചെയ്യുന്നതൊക്കെ ഞാനിങ്ങനെ അന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഞാൻ ചോദിക്കുകയും ചെയ്തു, എല്ലാം ചെയ്യും അപ്പൊ ചെയ്യാറുണ്ടെന്നും പറഞ്ഞു. അപ്പം അതൊക്കെ ചേച്ചിയുടെ ഓരോ പിന്നെ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ്. പിന്നെ അനിയത്തി നല്ല സ്നേഹമുള്ള കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലവും കൊള്ളായിരുന്നു.
എല്ലാ അനുഗ്രഹങ്ങളും ഇനിയും ജീവിതത്തിൽ ഉണ്ടാവാൻ ഹൃദയത്തിൽ നിന്നും ആഗ്രഹിക്കുന്ന ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. പിന്നെ ഈ പറഞ്ഞ കണക്ക് ചെടികളെ ഒക്കെ സ്നേഹിക്കുന്നതിന് ഒരു നല്ല മനസ്സുള്ളത് ഒരു ഭാഗ്യമാണ്. കാര്യം എനിക്കൊന്നും അങ്ങനെ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് അതൊക്കെ ചെയ്യുന്നവരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു മനസ്സിന് താല്പര്യമുള്ളവർക്കും ആഗ്രഹമുള്ളവർക്കും ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ ചെയ്യാൻ കഴിയൂ. ഈ പറഞ്ഞ പോലെ ഇവരെല്ലാം പറഞ്ഞ പോലെ റിട്ടയർമെന്റ് കഴിഞ്ഞാലും ഒറ്റപ്പെടാതെ ഏതെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയി നല്ല സന്തോഷത്തോടു കൂടി ഒരുപാട് വർഷം ഈ പറഞ്ഞ കുട്ടികളുടെ കൂടെ ഒന്നും കൂടുതൽ മിങ്കിളായി അവരെ കൂടെ ഇരിക്കാതെ അവരെ വല്ലപ്പോഴും ഒക്കെ കണ്ടും സ്നേഹിച്ചും സ്വന്തമായിട്ട് അപ്പൊ തന്നെ മക്കൾക്കും അമ്മയോട് നല്ല ഒരു സ്നേഹമായിരിക്കും. കൂടുതൽ അവരോട് ഇതാവുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് എന്തെങ്കിലും വിഷമ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കേണ്ടി വരും. അതല്ലാതെ ഇതുപോലെ സുഹൃത്തുക്കളെയും ഒക്കെ കണ്ടെത്തുകയും ഓരോ പരിപാടികളിൽ ഉദാഹരണം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇപ്പൊ ഒത്തിരി പേരില്ലേ, അവരുടെ കൂടെയൊക്കെ മിങ്കിളായി അങ്ങ് പോണം. അപ്പൊ എല്ലാവിധ ആശംസകളും ബിന്ദു ചേച്ചിക്ക്. ഇന്നിപ്പോ കൂടുതൽ ബിന്ദു ചേച്ചിയെ കുറിച്ച് അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷം. എല്ലാ ആശംസകളും. ഓക്കെ, നല്ല വിലയിരുത്തൽ. ഒരു ക്ലർക്ക് മറ്റൊരു ക്ലർക്കിന് നൽകിയ ഒരു കോംപ്ലിമെന്റ്. വെരി ഗുഡ്. ഇനി നമ്മള് ഭക്ഷണപ്പുരയിലേക്ക്, ചപ്പാത്തിപ്പുരയിലേക്ക്. ആരും ഇല്ല ചപ്പാത്തിപ്പുര. ഇല്ല, ഗുരുവായൂരില്ല. ചപ്പാത്തി ഗുരുവായൂർക്ക് വെച്ചാറ. അപ്പൊ നമ്മള് പട്ടിണിയോടെ വിദേശത്തേക്ക് പോവുകയാണ്. ഓക്കെ, വിദേശത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. പോവാം. വിദേശം മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഒരേ ഒരാള്. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് നമ്മുടെ ജോഷി സാറിന്റെ കാര്യം പറയുമ്പം എന്താ, ഒറ്റ വർഷം നമ്മളെ ഇതുപോലെ നയിച്ച് മേയിച്ചു കൊണ്ടുപോയി. അതിന് വളരെ നന്ദി. പിന്നെ അതിൽ ഒരു ഉപദേശം പ്രദീപ് സാറിനോട്, ആരെയായാലും ഇതിന്ന് ഡ്രോപ്പ് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ ജോഷി സാറിനോട് പ്രത്യേകം ചോദിച്ചിട്ട് വേണേ ചെയ്യാൻ. കാരണം അടുത്ത മാസത്തേക്ക് വെച്ചിരിക്കുന്ന അളവല്ലോ ആണെങ്കിൽ അദ്ദേഹത്തെ സ്വെറ്റ് ചെയ്യിപ്പിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പിന്നെ ബിന്ദുജിയുടെ അവതരണം വളരെ നന്നായിരുന്നെന്ന് എല്ലാവരും പറഞ്ഞു. അതുപോലെ ഞാനും പ്രശംസിക്കുന്നു അതിനെ. ചെറുപ്പകാലത്തേക്ക് വയലിൽ കൂടെ പോകുന്ന ഞാൻ കുറുക്കുവഴി കയറുന്ന വയലിൽ കൂടെ പോകുന്നത്. നിങ്ങൾ എള്ള് നിന്നപ്പം ഞാൻ അതിന്റെ ഓപ്പോസിറ്റിലുള്ള ഇതിൽ കൂടെ കയറി പഴങ്ങളൊക്കെ പറിച്ച് തിന്നുമായിരുന്നു. അതിൽ കുറച്ച് ഇത്രയും വാഴപ്പഴങ്ങളുള്ള, അപ്പം പഴുത്ത് നിൽക്കുന്ന പഴങ്ങളൊക്കെ അതിൽ നിന്ന് കയറി പറിച്ച് തിന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പോയ സ്ഥലം അന്നേരം എനിക്ക് ഓർമ്മ വന്നു, നല്ല കുരുവിയൊക്കെ, ഒത്തിരി കുരുവിക്കൂട് കിടന്നുണ്ട്. അതാടി അതിനെയൊക്കെയും കേട്ട് ഉല്ലസിച്ചു പോയതും ഓർത്തു. പിന്നെ അടുത്തത് ആ ചെറുപ്രായത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ എല്ലാം ഓർത്തെടുക്കാൻ സാധിച്ചത് വളരെ പ്രശംസനീയമാണ്. ഞാൻ ഒരു മനുഷ്യരെ ഓർക്കുന്നില്ല എന്നുള്ളത് എൻ്റെ മെമ്മറിയുടെ പൂർ മെമ്മറി ആയിരിക്കും. എന്നാലും ഒന്ന് രണ്ട് പേരെയൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. എന്നാലും ഇതുപോലെ എല്ലാ കൂട്ടുകാരെയും ഒന്നും ഓർക്കുന്നില്ല. ഞാൻ എൻ്റെ പ്രൈമറി ടീച്ചേഴ്സിനെ പോലും ഇടയ്ക്കിടയ്ക്ക് ഇരുന്നുകൊണ്ട് അവരുടെ പേരുകൾ ഓർക്കാറുണ്ട്. പിന്നെ അടുത്തത് പറയാനുള്ളത്, വളരെ യങ് ഏജിൽ തന്നെ ഒരു വിടവായയിലുള്ള ബുദ്ധിമുട്ട്. സത്യമായിട്ട് ഞാൻ പറയാണ്, ഞാൻ വെച്ചിരുന്ന വേർഡാണ്, ബേബിച്ചൻ അത് ഓൾറെഡി യൂസ് ചെയ്തു. ഒരു ധീര വനിത തന്നെയാണ്. വളരെ ഞാൻ അതിനെ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം അതിനെ അഭിമുഖീകരിച്ച് വേണ്ടതായ വിധത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരു ധീര വനിത തന്നെയാണ്. അതുമല്ല, ആ ചെറുപ്രായത്തിലൊക്കെ നമ്മുടെ നാട്ടിലൊരു വിടവായി കഴിയുമ്പം മറ്റുള്ള ആണുങ്ങളുടെ അറ്റാക്കുകളും അതും ഇതും എല്ലാം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അതെല്ലാം വളരെ നന്നായിട്ട് തന്നെ അഭിമുഖീകരിച്ചു കൊണ്ടുപോയ ധീരവനിത. പിന്നെ വീട്ടിലുള്ളവരുടെ സപ്പോർട്ട് വളരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ധൈര്യമായിട്ട് നിൽക്കാനുള്ള സപ്പോർട്ട് സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയതും വളരെ നന്നത്. അതുപോലെ ജോലി,
ഒരു പുതിയ ജോലി എടുക്കുക. വീട്ടിൽ തന്നെ ഇരുന്ന ഒരാളിനെ പോയി ഒരു പുതിയ ജോലി എടുക്കുക. അത് തന്നെ എന്തൊരു ഞാൻ ഓർത്ത് നോക്കിയിട്ട് എന്തൊരു ഭയാനകമായ എൻ്റെ ഹൃദയത്തിലെ എങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് ചോടിപ്പോയി ഒരു ജോലി നമ്മൾ എടുക്കേണ്ടി വരുന്ന ആ സാഹചര്യം ഒരു നമുക്കൊരു ആങ്സൈറ്റി ഉണ്ടാവും. അതൊക്കെ അഭിമുഖീകരിച്ച് അതിനെയൊക്കെ തരണം ചെയ്ത് അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി ഇന്നൊരു സീനിയർ ക്ലർക്കായി അഭിനന്ദനങ്ങൾ കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഈ നാടിനെ കുറിച്ചൊക്കെ വിവരിച്ചു, ഒത്തിരി ക്ഷേത്രങ്ങളെ കുറിച്ച് വിവരിച്ചു. ആ നാട്ടിലെങ്ങും വേറെ ആൾക്കാരൊന്നുമില്ല, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നും ഇല്ലായിരുന്നു ബിന്ദുജി. അവരെ ഒന്നും പറിച്ച് കേട്ടില്ല. പക്ഷെ ഇത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ, ക്ഷേത്രങ്ങൾ മാത്രം അതുകൊണ്ട് ഞാൻ പ്രത്യേകം ചോദിച്ചതേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം മിസ്സായ, ഭർതൃഗൃഹത്തിലെ ആരെയും കുറിച്ചും സംസാരിച്ചില്ല. അത് ഞാൻ നോട്ടീസ് ചെയ്തു. അല്ലാതെ പ്രത്യേകമായിട്ട് ഇതെല്ലാം പ്രിപ്പയർ ചെയ്തെടുത്ത് ബിന്ദുജി അവതരിപ്പിച്ചതിന് വളരെ നന്ദി. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ആദ്യമേ കണ്ട ബിന്ദുജി അല്ല ഇന്നത്തെ ബിന്ദുജി. അന്ന് നമ്മള് പുളിങ്കുന്നി കണ്ടപ്പോൾ വളരെ ക്വയറ്റായിട്ട് മാറി മാറി നിൽക്കുന്ന ഒരു ബിന്ദുജിയാണ്. വയനാട്ടിൽ വന്നപ്പോൾ ഇച്ചിരി കൂടെ ഉണ്ടെങ്കിലും ഞാൻ ബിന്ദുജിയുടെ അടുക്ക വന്നിരുന്ന് ബസ്സിൽ ഇരുന്ന് ബിന്ദുജിയോട് വർത്താനം പറയാനും കുറച്ചുകൂടെ ഓപ്പൺ ആക്കാനും ഒക്കെ ഞാൻ ശ്രമിച്ചത് ഓർക്കുന്നുണ്ടോ ഇല്ലയോ? ഞാൻ അടുത്ത് വന്നിരുന്നായിരുന്നു. ഇന്ന് ബിന്ദുജി യാത്രകളെ ഇതിൽ പുനർനവയെ വന്നു കഴിഞ്ഞാണ് ബിന്ദുജി യാത്രകൾക്ക് പോകാൻ തുടങ്ങിയത്, യാത്രകളെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. എല്ലാം പുനർനവ തന്നെ ഒരു പുതുജീവിതം തന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഒക്കെ ഭാഗഭാക്കുകളായ ഞങ്ങളും ആണെന്ന് വിശ്വസിക്കുന്നു, അല്ലേ? അല്ലെങ്കിൽ പറയണേ. എനിവേ, വളരെ വളരെ നന്നായി തന്നെ എല്ലാം ഇത് അവതരിപ്പിച്ചു. അതിന് നന്ദി. ഈ പുനർനവയിലുള്ള എല്ലാവരും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം. ഓക്കെ ബിലോമിനാജി, നല്ല ഒരു വിലയിരുത്തൽ ആദ്യം നടത്തി. ബാംഗ്ലൂരുകാരും ഇല്ലെന്ന് തോന്നുന്നു, അല്ലേ? ഇല്ല. ഇത് എങ്ങനെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇതിലാരും ഞാൻ കാണുന്നില്ല വിട്ടതായിട്ട്. ഏതായാലും 22 ഡിവൈസ് ഇപ്പോഴും ഓപ്പൺ ആണ്. അത് വളരെ സന്തോഷമുണ്ട്. ഒരു അല്പനേരം കൂടി ഇരിക്കണം. ഇനി ഒരു 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് മറുപടി പ്രസംഗമാണ്. ഈ ലൂസിയാമ്മ ചേച്ചിയുടെ നന്ദി പ്രകാശനോടെ കഴിഞ്ഞിട്ട് പിന്നെ മറുപടി പ്രസംഗം പറഞ്ഞാൽ പോരെ? ഒന്ന് തല തിരിച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ അങ്ങനെയെങ്കിൽ ഞാൻ ലൂസിയാമ്മസ് കറിയ, ചേർനാട്ടുശ്ശേരി, രാമങ്കരി, കുട്ടനാട്ടിൽ, ആലപ്പുഴ ജില്ലയാണ്. ലൂസിയാമ്മ ചേച്ചി സെന്റ് സേവിയേഴ്സ് സൺഡേ സ്കൂളിലെ അധ്യാപികയാണ്. കുട്ടികളെ ഫോർമേറ്റ് ചെയ്യുന്ന ആളാണ്. ഒപ്പം ഒരു നല്ല വിദ്യാർത്ഥി കൂടിയാണ്. ഇപ്പോൾ വീണ്ടും അല്പം കൂടി ആഴമായിട്ട് ദൈവശാസ്ത്രം പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ധാരാളം കാര്യങ്ങൾ അറിയാം, ഒരുപാട് കാര്യങ്ങൾ അറിയാം. ബേബിച്ചൻ്റെ ഏറ്റവും വലിയൊരു വലങ്കയും തണലുമാണ്. തീർച്ചയായിട്ടും ലൂസിയാമ്മ ചേച്ചിയെ ഈ നന്ദി പ്രകാശനത്തിനായി ക്ഷണിക്കുന്നു. മ്യൂട്ടില അൺമ്യൂട്ട് ചെയ്യണേ. കേക്കാവോ? പറഞ്ഞു ധൈര്യമായിട്ടും. പ്രിയപ്പെട്ട പുനർനവ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ അവതരണത്തോടുകൂടി നമ്മുടെ ഒക്ടോബർ മാസത്തിലെ സുഹൃത്തിനെ കേൾക്കാം എന്ന പരിപാടിയോടുകൂടി ഈ പ്രോഗ്രാമിന്റെ വാർഷികം കൂടിയാണല്ലോ. ഈ 12 മാസവും മുടങ്ങാതെ ചിട്ടയായും ഭംഗിയായും നടക്കുന്ന ഈ പരിപാടിയുടെ അമരക്കാരനായി ചുക്കാൻ പിടിക്കുന്ന ജോഷി സാറിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ഈ വൈകിയ വേളയിൽ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ പ്രോഗ്രാമിന്റെ അണിയറ ശില്പിയായ ജോഷി സാറിനെ
കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. ഇന്നത്തെ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച രജനി മാമിനെ നന്ദിയുടെ നർമ്മലരുകൾ അർപ്പിക്കുന്നു. ഇന്നത്തെ പരിപാടി അവതരിപ്പിച്ച ബിന്ദുജി, ജീവിതം ജീവിക്കാനുള്ള അത് ജീവിച്ചു തന്നെ തീർക്കണം, ആ വിഷയത്തെക്കുറിച്ച് നന്നായി അവതരണം നടത്തി. ബിന്ദുജിയുടെ നാടിനെ കുറിച്ചും തഴവ, അത് കൈത സുലഭമായ തഴവയെ കുറിച്ചുമൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ഇതുപോലെ നമ്മുടെ പഴയ ഇവിടുത്തെ ജീവിതത്തെ കുറിച്ചൊക്കെ ഓർക്കാൻ സാധിച്ചു. പിന്നെ ചെറുപ്പത്തിൽ വിവാഹം കഴിഞ്ഞു, അച്ഛന് ക്യാൻസർ ബാധിച്ചു, അച്ഛനെ ശുശ്രൂഷിക്കാനൊക്കെ സാധിച്ചു. അത് കഴിഞ്ഞ് ചെറിയ പ്രായത്തിൽ വിവാഹം കഴിഞ്ഞു, അധികം വൈകാതെ ഭർത്താവ് മരിച്ചു. പിന്നെ പുതിയ ജോലി, അതിനോടെല്ലാം വളരെ പൊരുത്തപ്പെട്ടു പോകുന്ന, പലതിനെ അതിജീവിച്ച് പൊരുത്തപ്പെട്ടു പോകുന്ന ബിന്ദുജിയെ കാണാൻ സാധിച്ചു. പിന്നെ സ്വന്തമായിട്ട് 2013 പുതിയ വീട് നിർമ്മിക്കാനും തറക്കല്ലിട്ടു, 14 പുതിയ വീട് നിർമ്മിക്കാൻ സാധിച്ചു. അങ്ങനെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്തു. ഇന്ന് 2 മക്കളെ വളർത്തി, അവരെ നല്ല വിദ്യാഭ്യാസം കൊടുത്തു, അവർ നല്ല നിലയിൽ ജീവിക്കുന്നു. ഇനിയും ഇളയ മകന്റെ വിവാഹം മാത്രം നടന്നാൽ മതി, അത് കഴിയുമ്പോൾ റിട്ടയർമെന്റ്. എല്ലാം അവതരണം എല്ലാം നന്നായിരുന്നു. ബിന്ദുജി എല്ലാവരെയും നല്ല ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി, എല്ലാം നന്നായി അവതരിപ്പിച്ച്. അതുപോലെ തന്നെ ബിന്ദുജി പറഞ്ഞായിരുന്നു, നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നല്ല വിദ്യാഭ്യാസം നൽകുക, വിവാഹം നേരത്തെ നടത്താതിരിക്കുക, അത് സ്വന്തം അനുഭവത്തിൽ നിന്നും പറഞ്ഞതാണ്. അതുപോലെ മറ്റുള്ളവർക്ക് സഹായം നൽകുക. പിന്നെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞ വേറൊരു കാര്യം, ആണുങ്ങളെ ആശ്രയിച്ച് നിൽക്കാതെ എല്ലാം തനിയെ ചെയ്ത് ശീലിക്കുക. അത് ബിന്ദുജി തൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് തൊട്ട് പറഞ്ഞതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ അവസാനത്തെ നന്ദി ഗാനവും നന്നായിരുന്നു. എല്ലാത്തിനും ബിന്ദുജിക്ക് ഒത്തിരി നന്ദി. പിന്നെ നമ്മുടെ ആദ്യത്തെ പ്രതികരണം നടത്തിയ അരുൺജി പറഞ്ഞത് 30 മിനിറ്റ് സമയം കൊണ്ട് ഒരു ജീവിതം തന്നെ പറഞ്ഞു തീർത്തു. അതുപോലെ 4 കെട്ടുള്ള വീട്ടിലും ജനിക്കാൻ സാധിച്ചത് തന്നെ ഒരു വലിയ ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞു. അച്ഛനെ ശുശ്രൂഷിക്കാൻ സാധിച്ചു. എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് ഇപ്പോൾ നല്ല നിലയിൽ ജീവിക്കുന്നു. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു നല്ല തൊഴിലിൽ ഏർപ്പെടുക. ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ അതിൽ തുടരുക. നമുക്കറിയാവുന്ന ബിസിനസ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് ആദ്യ പ്രതികരണം നടത്തിയ അരുൺജിക്ക് നന്ദി. നമ്മളിപ്പോൾ 22 പേര് പ്രതികരണങ്ങൾ നടത്തി. ആ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് ഒരു ചെറിയ ഓട്ടപ്രദർശനം നടത്താം. ആദ്യമായി പ്രതികരണം അരുൺജി പറഞ്ഞു. അത് കഴിഞ്ഞ് ജേക്കബ് സാറാണ് അടുത്ത പ്രതികരണം പറഞ്ഞത്. ജേക്കബ് സാർ പറഞ്ഞു, 1 വർഷം തികയുന്ന ഈ പരിപാടി വെല്ലുവിളികളെ ഏറ്റെടുത്ത് സധൈര്യം നേരിടുന്ന ജോഷി സാറിന്റെ ആ നല്ല മനസ്സിനെ എടുത്തു പറഞ്ഞു. അതുപോലെ ബിന്ദുജി ജീവിതത്തിന്റെ പരുക്കൻ സാഹചര്യങ്ങളെ നേരിട്ട് ഇന്നീ നിലയിൽ എത്തിയതിനെ കുറിച്ചും ഇളയ മകന്റെ വിവാഹം കഴിഞ്ഞ് വീണ്ടും നല്ല നിലയിലേക്ക് വരുന്നതിന് നല്ല ആശംസകൾ നേർന്ന ജേക്കബ് സാറിന് നന്ദി. റോസ്ജി, പഴയ സ്കൂൾ ജീവിതത്തിലേക്ക് റോസ്ജിയെ കൊണ്ടുപോകാൻ സാധിച്ചു ബിന്ദുജിയുടെ അവതരണത്തിലൂടെ എന്ന് പറഞ്ഞു. ഇത്രയും സന്തോഷമായി ജീവിക്കാനും മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കാൻ സാധിച്ച സാധിച്ചു എന്ന് പറഞ്ഞ ബിന്ദുജിക്ക് സാധിച്ചു എന്ന് പറഞ്ഞ റോസ്ജിക്ക് നന്ദി അർപ്പിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പ്രതികരണത്തിലേക്ക് വന്നത് ഹരിസാറാണ്. ഹരിസാറിനെ ബിന്ദുജിയുടെ അവതരണം തുടക്കം പാലക്കാടുമായി ബന്ധപ്പെട്ടതായിട്ട് തോന്നിയെന്ന് പറഞ്ഞു. ജോഷി സാറിനെ ഇതെല്ലാം അവതരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ജോഷി സാറിനും നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞ ഹരിസാറിന് നന്ദിയുടെ നിർമ്മലകൾ അർപ്പിക്കുന്നു. അതിനുശേഷം പറഞ്ഞത് ബിന്ദു ചെറുവട്ടിയാണ്. ബിന്ദു ചെറുവട്ടി പറഞ്ഞത്, ഒന്നിച്ചു പഠിച്ച സഹപാഠികളുടെ പേര് പറഞ്ഞ് അവതരിപ്പിച്ചത് ബിന്ദുജി പറഞ്ഞത് നന്നായിരുന്നു. ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തുടരണമെന്നും ധൈര്യത്തോടെ എല്ലാം പോസിറ്റീവായി ചെയ്യണമെന്നും ജോഷി സാറിനും ബിന്ദുവിനും നന്ദി പറഞ്ഞ ബിന്ദു എസിന് നന്ദി അർപ്പിക്കുന്നു. പിന്നീട് പറഞ്ഞ വിനോദൻ സാറാണ്. വിനോദൻ സാറ് ഗ്രാമത്തിന്റെ ഭംഗി ബിന്ദുജി അവതരിപ്പിച്ചതിനും ജീവിതം സധൈര്യം മുന്നോട്ട് കൊണ്ടുപോയതിനും നന്ദി പറഞ്ഞ, എല്ലാം നന്നായിരുന്നു എന്ന് പറഞ്ഞ വിനോദൻ സാറിന് നന്ദി.
പിന്നീട് പുഷ്പലത ഒരു കവിതയിലൂടെയാണ് ബിന്ദുജിയുടെ ഗ്രാമീണ ഭംഗിക്ക് മറുപടി പറഞ്ഞത്. ജോഷി സാറിനും പുഷ്പലത നന്ദി അർപ്പിച്ചു. നല്ല വാക്കുകൾ പറഞ്ഞ പുഷ്പലതാജിക്കും നന്ദി. അതിനുശേഷം പ്രസീതാജിയാണ് പറഞ്ഞത്. പ്രസീതാജി പറഞ്ഞത് ബിന്ദുജിയുടെ നല്ല ഒരു അവതരണമായിരുന്നു. പിന്നീട് പുനർനവയെ പറ്റി പറഞ്ഞതിനും അതിലൂടെ മനസ്സിന്റെ വിഷമം മാറി എന്ന് പറയുന്നത് കേട്ടപ്പോൾ സന്തോഷം തോന്നി എന്ന് പറഞ്ഞ പ്രസീതാജിക്ക് നന്ദി. മൂർത്തിജി, ബിന്ദുജിയുടെ അവതരണം നന്നായിരുന്നു. 2 കുട്ടികളുമായുള്ള ജീവിതം ഇന്നീ നിലയിൽ എത്തിക്കുവാൻ ബിന്ദുജി കാണിച്ച ആ ധൈര്യത്തിന് നന്ദി പറഞ്ഞു. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കും വേണ്ടി പ്രചോദനമായി തീരട്ടെ എന്നും ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി പ്രതികരണം അവസാനിപ്പിച്ച മൂർത്തിജിക്ക് നന്ദി അർപ്പിക്കുന്നു. ഫാസി സാറ് പറഞ്ഞത് പ്രോഗ്രാം കോർഡിനേറ്ററിന് ആദ്യം നന്ദി പറഞ്ഞു. എല്ലാവരുടെയും ബാല്യകാല ഓർമ്മകളിലേക്ക് ബിന്ദുജി കൊണ്ടുപോയതിന് നന്ദി. ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ ഈ നിലയിലെത്താൻ സാധിച്ചതിന് ജഗദീശന് നന്ദി പറഞ്ഞു. നമ്മുടെ പുതിയ രീതി നല്ലതാണ്. വിവാഹത്തലേന്ന് പുനർനവയുടെ ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കുന്നത് നന്നായിരിക്കുന്നുവെന്ന് ഫാസി സാർ പറഞ്ഞു. ബിന്ദുജി കാഴ്ചയിൽ ഇത്രയും നന്നായി അവതരിപ്പിക്കാൻ സാധിച്ചത് അത്ഭുതമായി തോന്നിയെന്നും ഫാസി സാർ സൂചിപ്പിച്ചു. നല്ല വാക്കുകൾ പറഞ്ഞ ഫാസി സാറിനും നന്ദി. പിന്നീട് ഹമീദാജിയാണ് പറഞ്ഞത്. ഹമീദാജി പറഞ്ഞത് എപ്പോഴും ടെൻഷനാണെന്ന് പറയുന്ന ബിന്ദുജിയുടെ മുഖംമൂടിയാണെന്നും നല്ല അവതരണമായിരുന്നുവെന്നും ഹമീദാജി സൂചിപ്പിച്ചു. ആരും ദുർബലരല്ല, എല്ലാവരും കഴിവുള്ളവരാണെന്നും പറഞ്ഞ ഹമീദാജിക്ക് നന്ദി. മോഹൻദാസ് സാർ മാവേലിക്കരയിൽ ജോലിയായിരുന്നതിനാൽ തഴവയുമായിട്ടും നല്ല ബന്ധമാണെന്നും തഴവ വള്ളിക്കുന്നം എല്ലാം പരിചിതമായ സ്ഥലമാണെന്നും പഴയ ഓർമ്മയിലേക്ക് ബിന്ദുജി കൊണ്ടുപോയി എന്നും പറഞ്ഞു. അതുപോലെ തന്നെ ബിന്ദുജിയുടെ ഇപ്പോഴത്തെ കൈയുടെ പ്രശ്നം ഒരു മർമ്മ ചികിത്സയിലൂടെ ഭേദപ്പെടുത്താൻ പറ്റുമോ എന്ന് ആലോചിക്കാമെന്നും പറഞ്ഞു. എല്ലാത്തിനും നല്ല ആശംസകൾ നേർന്ന മോഹൻദാസ് സാറിന് നന്ദി അർപ്പിക്കുന്നു. പിന്നീട് രാധാജിയാണ് പറഞ്ഞത്. രാധാജി പറഞ്ഞത് ഇന്നത്തെ ടോപ്പിക്കുമായി വളരെ ബന്ധപ്പെട്ട അവതരണമായിരുന്നു ബിന്ദുവിന്റെ അവതരണം നന്നായിരുന്നുവെന്നും ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിച്ച ബിന്ദുജി വളരെ പ്രശംസാർഹമാണെന്നും ഗീതാ ക്ലാസ്സിലെ ഒരു നല്ല സ്റ്റുഡന്റ് ആണ് ഇപ്പോൾ ബിന്ദുജി എന്നും പറഞ്ഞു. അതുപോലെ തന്നെ ബിന്ദുജി അടിയുറച്ച ഒരു ദൈവവിശ്വാസിയാണെന്നും റിട്ടയർമെന്റ് ജീവിതം നന്നായി തീരട്ടെ എന്നും ആശംസിച്ച രാധാജിക്ക് നന്ദി അർപ്പിക്കുന്നു. പ്രദീപ് സാർ പറഞ്ഞത് 1 വർഷമായി 12 പേരെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയും ഇത് മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്ന ജോഷി സാറിന് ആദ്യമേ നന്ദി അർപ്പിച്ചു. ബിന്ദുജി ആദ്യം തന്നെ പ്രസന്റ് ചെയ്തപ്പോൾ പഴയ വയലും തൊടിയുമുള്ള ബാല്യകാല ജീവിതവുമായി ബന്ധപ്പെടുത്താൻ സാധിച്ചുവെന്നും ഓണാട്ടുചിറ ഓച്ചിറയായത് പുതിയ അറിവാണെന്നും സാറ് സൂചിപ്പിച്ചു. വളരെ ചെറുപ്പത്തിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതായി വന്നുവെന്നും അതിനോട് പൊരുതി വിജയിച്ചത് മറ്റുള്ളവർക്കും പ്രചോദനമാണെന്നും പറഞ്ഞ പ്രദീപ് സാറിനും നന്ദി. രമ്യാജി പറഞ്ഞത് ഈ പരിപാടി കൃത്യതയായി കൊണ്ടുപോകുന്ന ജോഷി സാറിന് ആദ്യമേ നന്ദി അർപ്പിച്ചു. സങ്കീർണമായിരുന്ന ജീവിതത്തെ പൊരുതി വിജയിപ്പിച്ച ബിന്ദുജിക്ക് ആശംസകൾ നേർന്ന രമ്യാജിക്ക് നന്ദി അർപ്പിക്കുന്നു. അംബികാജി പറഞ്ഞത് ബിന്ദുജിയുടെ പരിപാടിയുടെ അവതരണം നന്നായിരുന്നുവെന്നും പെൺമക്കൾക്കെല്ലാം തങ്ങളുടെ അച്ഛന്മാരോടാണ് കൂടുതൽ ഇഷ്ടമെന്നും പുനർനവയിലെ എല്ലാ അച്ഛന്മാർക്കും അഭിനന്ദനങ്ങളും നേർന്നു. നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കുക, ഇല്ലായ്മകളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നാണ് ബിന്ദുജി പറഞ്ഞ നല്ല വാക്കുകൾ. ഈ പരിപാടി അവതരിപ്പിക്കാൻ സഹായിക്കുന്ന ജോഷി സാറിനും നന്ദി പറഞ്ഞ അംബികാജിക്ക് നന്ദി അർപ്പിക്കുന്നു. പിന്നീട് രാഗം ദമ്പതികളാണ് ആദ്യം പറഞ്ഞ ഗീതാജി സുഖമൊരു ബിന്ദു എന്നുള്ള ഗാനത്തോടുകൂടി ജീവിതത്തിലെ സുഖദുഃഖങ്ങളെ നമ്മളെ ഓർമ്മിപ്പിച്ചു. ബിന്ദുജിക്ക് സ്കൂളിനേക്കാൾ നല്ലത് ഓഫീസാണെന്നും ബിന്ദുവിനെ കാണുമ്പോൾ ഇതെല്ലാം എങ്ങനെ അതിജീവിച്ചു എന്ന് തോന്നുന്നുവെന്നും പറഞ്ഞു. ഭർത്താവിന്റെ ജോലി ബിന്ദു ഏറ്റെടുത്തതും മക്കളെ വളർത്താൻ കാണിച്ച മനസ്സിനും നന്ദി പറഞ്ഞു. സാധാരണ എല്ലാവരും ഭർത്താവിന്റെ ജോലി മക്കൾക്ക് കൊടുക്കാം എന്ന് ചിന്തിക്കും. അത് മാറി ചിന്തിച്ചതിനും ഈ നിലയിലെത്തിയതിനും ഗീതാജി പറഞ്ഞ നല്ല വാക്കുകൾക്കും നന്ദി അർപ്പിക്കുന്നു. രവിയേട്ടൻ പറഞ്ഞു ജോഷി സാറിന് ആദ്യമേ നന്ദി പറഞ്ഞു. ബിന്ദുജിയുടെ അവതരണം നന്നായെന്നും
സുഖദുഃഖ സമ്മിശ്രമായ ജീവിതം എല്ലാവർക്കുമുണ്ട്. അതെല്ലാം തരണം ചെയ്യാൻ ബിന്ദുജിക്ക് സാധിച്ചുവെന്നും എല്ലാ ആശംസകളും ബിന്ദുവിന് നേർന്ന രവിയേട്ടനെ നന്ദി അർപ്പിക്കുന്നു. പിന്നീട് ബേബിച്ചനാണ് അഭിപ്രായം പറഞ്ഞത്. ജോസ് സാറിന്റെ എഫർട്ടിന് നന്ദി പറഞ്ഞു. ബിന്ദു ഒരു ധീര വനിതയാണെന്നും ബിന്ദു ഇന്ന് പറഞ്ഞ ടോപ്പിക്ക് ബിന്ദുജിയുടെ ജീവിതത്തിൽ അർത്ഥവത്താണെന്നും പറഞ്ഞ ബിന്ദുജിക്ക് നന്ദി പറഞ്ഞ ബേബിച്ചനെ നന്ദി അർപ്പിക്കുന്നു. പിന്നീട് ജ്യോതി ടീച്ചറാണ് പറഞ്ഞത്, ബിന്ദുജിയുടെ അവതരണം നല്ലതായിരുന്നു. ബിന്ദുജിയുടെ ജീവിതം മുന്നോട്ട് നന്നായിരിക്കട്ടെ എന്ന് ആശംസിച്ച ജ്യോതിജിക്ക് നന്ദി അർപ്പിക്കുന്നു. പിന്നീട് പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ജോഷി സാറാണ്. ജോഷി സാർ ഇന്ന് വളരെ കൃതാർത്ഥനാണ് എന്ന് പറഞ്ഞു. നല്ല മനസ്സിന്റെ ഉടമയായ ബിന്ദുജിക്ക് എല്ലാ അഭിനന്ദനങ്ങളും നേർന്ന ജോഷി സാറിന് നന്ദി അർപ്പിക്കുന്നു. ഡിസംബർ വരെയുള്ള കാര്യങ്ങളെല്ലാം ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുന്നോട്ടുള്ള കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിച്ച ജോഷി സാറിനെ നന്ദി അർപ്പിക്കുന്നു. പിന്നീട് പറഞ്ഞ സുനിതാജിയാണ്. ബിന്ദുജിയുടെ അവതരണം നന്നായിരുന്നു. ചിരിക്കാത്ത വ്യക്തിയായി ആദ്യം തോന്നി, ഇപ്പോൾ വളരെ മാറി. ഗ്രാമഭംഗിയെ കുറിച്ചുള്ള അവതരണം നന്നായിരുന്നു. മക്കളെ ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കുക, ഇടയ്ക്ക് മക്കളെ പോയി കാണുക എന്ന അഭിപ്രായം, നല്ലൊരു അഭിപ്രായം പറഞ്ഞ സുനിതാജിക്കും നന്ദി അർപ്പിക്കുന്നു. പിന്നീട് നിസാജിയാണ് പറഞ്ഞത്, ബിന്ദുജി ഇന്ന് വളരെ മാറി, നല്ല വ്യക്തിത്വത്തിലെത്തി. മക്കൾ രണ്ടുപേരും നല്ല നിലയിലെത്തി. നമ്മുടെ ഇനം നഷ്ടപ്പെടുമ്പോഴുള്ള ദുഃഖം അത് നിസാജി പ്രത്യേകം എടുത്തു പറഞ്ഞു. ജോലി മേഖലയിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുന്ന ബിന്ദുജിക്കും ചെടികളെ സ്നേഹിക്കുന്ന നല്ല മനസ്സാണ് ബിന്ദുജിക്കുള്ളതെന്നും റിട്ടയർമെന്റ് ജീവിതം നല്ലതായി തീരട്ടെ എന്നും പറഞ്ഞ നിസാജിയുടെ നല്ല വാക്കുകൾക്ക് നന്ദി. പിന്നീട് നമ്മുടെ ഫിലോമിനാജിയാണ് പറഞ്ഞത്, ജോഷി സാറിന് ആദ്യമേ പ്രത്യേകം നന്ദി പറഞ്ഞു. ബിന്ദുജിയുടെ അവതരണം നന്നായിരുന്നുവെന്നും ബിന്ദു എള്ളു തിന്നപ്പോൾ പഴങ്ങളാണ് തിന്നതെന്നും പറഞ്ഞു. പഴയ കൂട്ടുകാരെ ഓർത്തെടുത്തതിനെ ബിന്ദുജിക്ക് നന്ദി പറഞ്ഞു. ചെറുപ്പത്തിൽ വിധവയായതിലുള്ള ദുഃഖം, പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതിസന്ധികളെ അതിജീവിച്ച ധീര വനിത, വീട്ടിലുണ്ടായിരുന്നവരുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ച് ഇന്ന് സീനിയർ ക്ലർക്കായി നിൽക്കുന്നു. ഭർത്തൃഗ്രഹത്തിന്റെ ഫിലോമിനാജി പറഞ്ഞത് ചില കാര്യങ്ങൾ വ്യക്തമായില്ല. അതായത് ഭർത്തൃഗ്രഹത്തിലെ ആരെ കുറിച്ചും പറഞ്ഞില്ല. പിന്നെ ആദ്യം കണ്ട ബിന്ദുജി അല്ല ഇന്ന് എന്ന് ഫിലോമിനാജി എടുത്തു പറഞ്ഞു. പുനർനവയിലൂടെ യാത്രകളെ സ്നേഹിക്കുന്ന ബിന്ദുവായി മാറി എന്ന് പറഞ്ഞ ഫിലോമിനാജിയുടെ നല്ല വാക്കുകൾക്ക് നന്ദി. ഇത്രയും നേരം 5:30 മുതൽ ഇപ്പൊ 7:30 ആകാറായി. ഇത്രയും സമയം ഈ നമ്മുടെ ഈ അവതരണത്തിലും പ്രതികരണങ്ങൾക്കും വിശകലനങ്ങളും പ്രതികരണങ്ങളും നടത്തിയ എല്ലാ സുമനസ്സുകൾക്കും ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗംഭീരം. ഒരു നല്ല റിപ്പോർട്ടർ. നല്ല പത്രത്തിലും ജോലി കിട്ടിയിരുന്നെങ്കിൽ നല്ല മുന്നോട്ട് അവാർഡിന് സാധ്യതയുണ്ടായിരുന്നു. നമ്മുടെ ഒരു കാർബൺ കോപ്പി ഇന്നത്തെ പരിപാടി എന്നായിരുന്നെന്ന് ആരോടും ചോദിക്കണ്ട. ഈ വിലയിരുത്തലും ഈ നന്ദി പ്രകാശനവും മതി. നമ്മൾ പറഞ്ഞതും എല്ലാം ഓരോരുത്തർ പറഞ്ഞ് അതുപോലെ എല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇനിയും നമുക്ക് ഒരു മറുപടി പ്രസംഗം കൂടിയുണ്ട്. ബിന്ദുജിയുടെ ഇപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥ അറിയാൻ ആഗ്രഹിക്കുന്നു. ശേഷം നമ്മൾ അടുത്ത മാസം ഞാനൊരു മുൻ കീഴ്വഴക്കം ഉള്ളത് കൊണ്ടാണ് 23-ാം തീയതി എന്ന് വെച്ചത്. 30-ാം തീയതിയാണ് വരേണ്ടത്. ഏതായാലും ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അവിടുത്തെ കൂട്ടായ്മ. അതുകൊണ്ട് നേരത്തെ ഒരു അവസരത്തിൽ അങ്ങനെ ചെയ്തത് കൊണ്ട് കൂടിയാണ് ആരോടും ചോദിക്കാതെ തന്നെ 23 എന്ന ഈ നോട്ടീസിന്റെ അടിയിൽ വെച്ചിരിക്കുന്നത്. സംഭവാമി യുഗേ യുഗേ എന്ന വിഷയവുമായി മറ്റൊരു പ്രതിഭ അന്ന് കടന്നു വരും. മറുപടി പ്രസംഗത്തിനായി ബിന്ദുജിയെ ക്ഷണിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നന്ദി. എൻ്റെ പ്രഭാഷണം എല്ലാവരും, എൻ്റെ അവതരണം എല്ലാത്തിനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും നന്ദി. ഞാൻ പറയാൻ വിട്ടുപോയി, സുനിത പറഞ്ഞ ചിരിക്കാത്ത, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കോളേജ് കാലത്തിലൊക്കെ ഒരുപാട് ചിരിച്ചിരുന്ന ആളാണ്. പിന്നെ എൻ്റെ സാഹചര്യം എന്നെ ചിരിയിൽ നിന്ന് മാറ്റിയതാണ്. അത് ഇപ്പോഴും എനിക്ക് ആളുകളെ നോക്കി ചിരിക്കാൻ എനിക്ക് പേടിയാണ്. ചെറുപ്രായത്തിലെ ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ നമ്മളൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് അവര് ചില ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് പിറ്റേന്ന് അവര് വേറെ ഒരു രീതിയിലായിരിക്കും പെരുമാറുക. അതുകൊണ്ട് ഞാനിപ്പം അങ്ങനെ ഒരു മനുഷ്യരോടും ചിരിക്കാൻ എനിക്ക് പേടിയാണ്. അങ്ങനെ ആയി തീർന്ന വിദ്യാഭ്യാസ കാലത്ത് ഭയങ്കര ചിരിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ 10 ചിരിക്കുന്ന ആളായിരുന്നു.
പിന്നെ ഫിലോമിനാജി പറഞ്ഞ ഭർത്തൃ വീട്ടുകാര്, അത് ഭർത്താവിന് 3 അമ്മയും അച്ഛനും 3 സഹോദരിമാരുമാണ്. അച്ഛൻ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചു. അമ്മ ഭർത്താവ് മരിച്ച് ഈ 3 വർഷത്തിന് മുമ്പാ മരിച്ചത്. അവരുടെ മോൻ മരിച്ചു കഴിഞ്ഞപ്പം പിന്നെ അവരുടെ മക്കളുടെ കൂടെ പോയതാ. അവരിൽ നിന്ന് എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകളൊന്നും ഉണ്ടായിട്ടില്ല. എന്നെ എപ്പോഴും വേദനിപ്പിച്ച് അത് ഓർക്കുമ്പോൾ എനിക്ക് വേദന ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് ഞാൻ അവരെ പറ്റി ഒന്നും ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് ഒഴിവാക്കിയത്. പിന്നെ ക്ലർക്ക് ജോലി ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ക്ലർക്കിന്റെ ജോലി എന്തുവാന്നൊന്നും അറിയാത്ത ഒരു അവസ്ഥയിലാണ് ജോലി കിട്ടിയതും. അത് ജോലി എടുക്കാൻ തന്നെ ഞാൻ ഒട്ടും ആഗ്രഹിച്ചതല്ല. പക്ഷെ എൻ്റെ മക്കള് പഠിച്ചിരുന്ന സ്കൂളിൽ അധ്യാപകര് അവരെന്നെ വിളിച്ച് നിർബന്ധിച്ച് ബിന്ദു തന്നെ ജോലി എടുക്കണം, ഒരു കാരണവശാലും മോന് കൊടുക്കരുത്. പിന്നെ മൂത്തവനും കമ്പൽസറി പറഞ്ഞു, അവൻ എടുക്കത്തില്ല, ഒന്നീ അവൻ്റെ അനിയന് കൊടുക്ക്, അല്ലെങ്കിൽ എന്താ അമ്മയ്ക്ക് എന്താ ജോലി കൊടുത്താ, എന്നെ കൊച്ചിലെ എൻ്റെ പ്രായത്തിൽ എൻ്റെ തലയെ ഭാരം വെച്ച് തരാനാണോ എന്നൊക്കെ അവൻ ചോദിച്ചതാ. എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു, ലാസ്റ്റ് നീ പറയരുത് ഞങ്ങൾക്ക് കിട്ടേണ്ട ജോലി അമ്മ എടുത്തോണ്ടാന്നേ, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടാതായെന്ന് പറയരുതെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു വാക്കാണ്, ഇവിടെ ജോലി കിട്ടിയില്ലെങ്കിൽ ഞാനങ്ങ് ഗൾഫിൽ പോകും, എന്നാലും എനിക്ക് ജോലി എടുക്കാൻ വയ്യ. അങ്ങനെ പറഞ്ഞാണ് ഞാൻ ആ ജോലി എടുക്കാൻ നിർബന്ധിതരായത്. പിന്നെ അവരുടെ സ്കൂളിൽ അവരുടെ അധ്യാപകരായ കുറേ ആളുകളെ കുറേ ടീച്ചർമാരുടെ പേര് ഞാനിപ്പം കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, നന്ദിയോടെ സ്മരിക്കുന്നു. പിന്നെ ക്ലർക്കിന്റെ ജോലി എന്തുവാന്നതിനെ പറ്റി എനിക്ക് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. ലാസ്റ്റ് ഞാൻ മംഗലത്ത് ഇത്രയും വലിയൊരു സ്കൂളിൽ ചെന്ന് ക്ലർക്കായിട്ട് ജോലി ചെയ്തപ്പോൾ അവിടുത്തെ ജോലി എന്താണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞതാണ്. പുള്ളിയായിരുന്നു എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കുന്നത്. എൻ്റെ വീട്ടുകാരാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അനിയന് ക്ലർക്കിന്റെ ജോലിയെ പറ്റിയൊക്കെ അറിയായിരുന്നല്ലോ. അപ്പം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതെടുക്കത്തില്ലായിരുന്നു, എനിക്ക് വല്ല ഓയായിട്ടെങ്ങാനും മതിയായിരുന്നു, അതാകുമ്പോൾ ഒരു ടെൻഷനും ഇല്ലായിരുന്നല്ലോ എന്ന് വരെ ഞാൻ പറഞ്ഞു. പിന്നെ ഒരുപാട് ആളുകളോട് വിളിച്ചും പറഞ്ഞും ചോദിച്ചും ഒക്കെ എല്ലാ കാര്യങ്ങളും ഒരുവിധം ഭംഗിയായി എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാത്തിനും ആരുമില്ലാത്തവർക്ക് ദൈവം തുണയായി എന്ന് പറഞ്ഞൊരു കൂട്ട് എല്ലാത്തിനും എൻ്റെ കൃഷ്ണൻ ഗുരുവായൂരപ്പൻ തുണയായി എന്ന് വേണം സാർ. ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്നവർക്കും എല്ലാ അഭിപ്രായങ്ങൾ പറഞ്ഞ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ജോഷി സാറിനെ പ്രത്യേകിച്ച് പലപ്പോഴും ഞാൻ ജോഷി സാറിനോട് പറയണമെന്ന് വിചാരിച്ചതാണ്. ഈ പരിപാടി എനിക്ക് നടത്താൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കൈയുടെ വയ്യാഴിക, അമ്മയ്ക്ക്, അങ്ങനെ വീട്ടിൽ എല്ലാവർക്കും വയ്യാഴികയായപ്പം ജോഷി സാർ എന്നെ ഇതിൽ നിന്ന് ഇപ്പോൾ ഒന്ന് ഒഴിവാക്കുക, പിന്നെ ചെയ്യാം എന്നൊക്കെ പറയണമെന്ന് വിചാരിച്ചു. ഇത് എഴുതാൻ തന്നെ ഞാൻ കുറേ വെട്ടിയും തിരുത്തി എഴുതി മാറ്റി എഴുതി ഈ ഒറ്റക്കൈ കൊണ്ടുള്ള എഴുത്തുമെല്ലാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാനിതെല്ലാം ചെയ്തു. അതിനെല്ലാം സഹായിച്ച ജോഷി സാറിന് നന്ദി, എല്ലാവർക്കും നന്ദി. അത്രയേ ഉള്ളൂ പറയാൻ. നന്ദി. ഓക്കെ, വളരെ വളരെ നന്ദി. ഈ റെക്കോർഡിംഗ് ഒന്ന് ഓഫ് ചെയ്തിട്ട് അതിനുശേഷം നമുക്കിരുന്ന് ബാക്കി വിലയിരുത്തൽ നടത്താം. റെക്കോർഡിംഗ് ഒന്ന് ഓഫ് ചെയ്യുക.